നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്ന് നമ്മൾ 12-ാം അധ്യായത്തിലേക്ക്, റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം കഴിഞ്ഞ ദിവസം അവസാനം സംസാരിച്ചത് ഒരു ആരാധന, പൗലോസ് ഒരു ആരാധനയായിട്ട് പ്രയോഗിക്കുന്ന ചില വാക്യങ്ങളാണ്. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അഗോചരവും അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവും. അപ്പൊ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ള വഴികൾ നമുക്ക് ക്ലിയർ അല്ല, ഒരിക്കലും ക്ലിയർ അല്ല. ഒരു മനുഷ്യനും അത് ക്ലിയർ അല്ല. കാരണം ദൈവം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് മനുഷ്യരോട് പൂർണ്ണമായും ഒരിക്കലും വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ നമ്മൾ വിചാരിക്കായിരിക്കും ഇങ്ങനെ ഒരു രോഗം എന്തിനാണ് ഈ സമയത്ത് വന്നത്. ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കാരണം ഹിസ് വേസ് ആർ നോട്ട് നോൺ ടു us. മനുഷ്യന് അത് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ എല്ലാം അവന്റെ ഉദ്ദേശത്തിലല്ലാതെ ഒന്നും നടക്കുകയുമില്ല. അപ്പൊ ദൈവത്തിന്റെ ആ അപ്രമേയവും അഗോചരവുമായ ദൈവത്തിന്റെ ഹിതവും അതിന്റെ നടത്തിപ്പും, അത് ആണ് നമ്മൾ മനസ്സിലാക്കി അവനെ സ്തുതിക്കേണ്ടത്. കാരണം ഹി കനോട്ട് ബി കംപ്ലീറ്റ്ലി നോൺ. ദൈവത്തെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായി അറിയാൻ പറ്റില്ല. ബിക്കോസ് ഹീസ് ഗോഡ് ആൻഡ് വി ആർ ഹിസ് ക്രിയേഷൻ. അപ്പൊ നമ്മൾ എന്തുമാത്രം ദൈവത്തെ അറിയണം എന്നുള്ളതിന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അത്രയും മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ദൈവം തീരുമാനിക്കും എന്തുമാത്രം വെളിപ്പെടുത്തണം, അത്രയും മാത്രം നമ്മൾ അറിയേണ്ട കാര്യവും. അപ്പൊ ദൈവം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വേദപുസ്തകത്തിന് വെളിയിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. കാരണം ദൈവത്തിന്റെ ആ അത്യഗാധമായ നിറവ് അതെന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അത് ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുന്ന, നമ്മളിലേക്ക് പകർത്തപ്പെടാവുന്ന ഗുണങ്ങളിലൂടെയാണ് നമ്മൾക്ക് ദൈവത്തെ അറിയുന്നത്. അതല്ലാതെ ദൈവത്തിന്റെ അബ്സല്യൂട്ട് ആട്രിബ്യൂട്ട്സിനെ കുറിച്ചൊന്നും നമുക്ക് കാര്യമായ ജ്ഞാനം ഉണ്ടാവില്ല. ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, എപ്പോഴും ചോദ്യം വരും. ദൈവം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് വളരെ, പക്ഷെ നമ്മുടെ ബുദ്ധി എന്തോരം, നമ്മുടെ ബുദ്ധി ഒന്നുമില്ല. ഗോഡ് വർക്ക്സ് അറ്റ് എ ഡിഫറെന്റ് ലെവൽ. ഹിസ് നോളജ് ഇസ് ഡിഫറെന്റ്, ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഇസ് ഡിഫറെന്റ്, ആൻഡ് ദ വേ ഹി പ്ലാൻസ് ആൻഡ് എക്സിക്യൂട്ട്സ് ആർ ഓൾ ഡിഫറെന്റ്. ഹി ഈസ് നോട്ട് ലൈക്ക് us. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, ജാതികളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം സർവ്വലോകത്തെയും പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞു. അതൊരു ഭയങ്കര അത്ഭുതകരമായ കാര്യം. അപ്പൊ കുറെ നല്ലവരും കുറെ ചീത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. കർത്താവ് എന്ത് ചെയ്തു? എല്ലാവരെയും പാപത്തിൽ അടച്ചു കളയാൻ വേണ്ടി മനുഷ്യരുടേതല്ലാത്ത ഒരു നീതിയെ വെളിപ്പെടുത്തി. മനുഷ്യരുടേതല്ലാത്ത ഒരു നീതിയെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു അല്ലാതെ ബാക്കി എല്ലാവരും പാപത്തിനകത്തായി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, എന്നെ വിശ്വസിക്കുന്നു മരിച്ചാലും ചെയ്യും. വിശ്വാസം എന്ന ഒരൊറ്റ വഴി തുറന്നിട്ട് ബാക്കി എല്ലാവരെയും പാപത്തിന് കീഴെ അടച്ചു. അപ്പൊ ദൈവത്തിന്റെ ബുദ്ധി എന്താണെന്ന് മനുഷ്യർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, തന്റെ നീതിമാന്മാർക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരാളുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് അത് മനസ്സിലായിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ ക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത്ര ആഴമായ ജ്ഞാനം നമുക്ക് അവനെ പ്രസാദിപ്പിക്കാനും വഴിയില്ല. കാരണം നമ്മുടെ ഒരു പ്രവൃത്തിയും ദൈവത്തിന് തൃക്കണ്ണിന് നിർമ്മലമല്ല. നമ്മുടെ ചിന്തകൾ ദൈവത്തിന് കൊടുത്താലും പ്രയോജനമില്ല. നമ്മുടെ പൈസ കൊടുത്താൽ വാങ്ങിക്കില്ല. കാരണം ഈസ് റിച്ച്, ഹി ഹാസ് എവരിത്തിങ്. എല്ലാ ലോകവും ഭൂമിയും അതിന്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളതാണ്. ലോകവും അതിന്റെ മഹത്വവും പിശാചിൻ്റെതാണെങ്കിലും ഭൂമിയും അതിന്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളതാണ്. പിശാചിന്റെ മുതലുള്ള ഒരു സാധനം ദൈവത്തിന് ആവശ്യമില്ല. അപ്പൊ നമ്മളെ കൊണ്ട് ദൈവത്തിന്, എന്തിനാ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? ചില ആൾക്കാർ പറഞ്ഞ ആരാധിക്കാൻ വേണ്ടിയായിരുന്നു. ആരാധിക്കാൻ ഇഷ്ടംപോലെ ദൂതന്മാർ ദൈവത്തിനുണ്ടായിരുന്നു. അവർ ഒന്നാം തരം പാട്ട് പാടി വാദ്യമേളങ്ങളോട് ആരാധിക്കുന്ന ദൂതന്മാർ, അവർ ചിറക് വിരിക്കുമ്പോഴേക്കും ശബ്ദം വരുന്ന ദൂതന്മാരുണ്ട്. അതിനിടെയാണ് ഈ പറപറ ശബ്ദത്തിൽ പാടുന്ന എന്നെ വിളിച്ച് ആരാധിപ്പിക്കാൻ. ആരാധന സ്വീകരിക്കാൻ കൊതിയായതുകൊണ്ട് എന്നെ വിളിച്ചതല്ല. പിന്നെ ചില ആളുകൾ പറയുന്ന ദൈവം ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് വിളിച്ചതെന്ന്. അതും എനിക്ക് യോജിപ്പുള്ള കാര്യമല്ല. കാരണം ഈ യഹോവ സാക്ഷികളുടെയൊക്കെ ദൈവത്തിന് ചിലപ്പോൾ ഒരു കൂട്ടായ്മ ആവശ്യമായിരുന്നിരിക്കാം. കാരണം നിത്യതയുടെ ഏകാന്തതയിൽ ദൈവം ഒറ്റയ്ക്കായിരുന്നു, ആരുമില്ലായിരുന്നു. സ്നേഹമായിരുന്നു, പക്ഷെ സ്നേഹിക്കാൻ ആരുമില്ല, ഒരു കുറവുണ്ടായിരുന്നു. ഗോഡ് വാസ് ഫുൾ ഓഫ് ലവ് ബട്ട് നോ വൺ വാസ് ദെയർ ഫോർ ഗോഡ് ടു ലവ്. അങ്ങനെ ഒരു കുറവ് ദൈവത്തിനുണ്ടായിരുന്നു. ആർക്കാ? ഈ യഹോവ സാക്ഷികളുടെ ദൈവത്തിന്. കാരണം ഇവിടെ പുത്രൻ ഇല്ല, പുത്രൻ പിന്നെ ഉണ്ടാകും. അപ്പൊ അതുവരെയുള്ള നിത്യതയില് ദൈവത്തിന് സ്നേഹമുണ്ട്, പക്ഷെ സ്നേഹിക്കാൻ ആളില്ല.
നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, സ്നേഹിക്കാൻ ആളില്ലാത്തപ്പോഴുള്ള വേദന എന്താണെന്നറിയോ? ഭയങ്കര വേദന. സ്നേഹിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ. ദൈവത്തിന് അപ്പൊ വലിയൊരു കുറവുണ്ടായിരുന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്ന ത്രിയേക ദൈവം ഫെലോഷിപ്പിൽ പൂർണ്ണനായിരുന്നു എന്നാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവൻ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട റെവലേഷൻ ആണ് ഈ ത്രിയേകത്വം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ നമുക്ക് രക്ഷയെക്കുറിച്ച് പോലും പറയാൻ പറ്റില്ല. ഇഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഗോഡ്, വി കനോട്ട് ഈവൻ പ്രൊക്ലെയിം സാൽവേഷൻ. കാരണം സാൽവേഷന്റെ അവസാനം നമ്മൾ എവിടെ എത്തുന്നത്? സ്വർഗത്തിൽ. എന്താ ചെയ്യുന്നത്? കുഞ്ഞാടിന്റെ മുമ്പിൽ നമസ്കരിക്കുക ചെയ്യും. ഈ സകല ശക്തിയും ബലവും ബഹുമാനവും മഹത്വവും സ്വീകരിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞ് കുഞ്ഞാടിനെ നമസ്കരിക്കുക. അപ്പൊ ദൈവമല്ലെങ്കിൽ കുഞ്ഞാടിനെ നമസ്കരിക്കാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ പിന്നെയും ഒന്നാം പ്രമാണം രണ്ടാം പ്രമാണം ലംഘിക്കാനാണ് ദൈവം കൊണ്ടുപോകുന്നെന്ന് വരും. അപ്പൊ സാൽവേഷൻ ഇറ്റ് സെൽഫ് വിൽ ബി ഇൻ ക്വസ്റ്റ്യൻ. കാരണം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും ഊന്നിയാണ് നമ്മുടെ രക്ഷയുടെ പഠിപ്പിക്കൽ തന്നെയുള്ളത്. അതുകൊണ്ടാണ് യഹോസാക്ഷികൾക്ക് രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കാൻ പോലും കഴിയാത്തത്. ഇന്ന് പല ആൾക്കാരും ഈ ത്രിയേകത്വം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ സഭകൾക്ക് കഴിയാത്തത് കൊണ്ട് പിള്ളേര് വിചാരിക്കുന്നത് ഇത് ഏതോ കാരണവന്മാർക്ക് പറ്റിയ മണ്ടത്തരമാണ്. അത് ദൈവത്തെ അളന്നു നോക്കിയപ്പോ പറ്റിയ അബദ്ധമാണ്. അങ്ങനെയുള്ളവർ വഴിതെറ്റിപ്പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇഫ് യു ഗോ ഔട്ട് ആൻഡ് ട്രൈ ടു മെഷർ ഗോഡ്, യു ആർ നെവർ ഗോയിങ് ടു ടേക്ക് ഹിം ഔട്ട്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഈസ് ആൻ എസെൻഷ്യൽ ഡോക്ട്രിൻ. അത് എന്തുകൊണ്ടാണ് ത്രിയേകത്വം ഇത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഇഫ് ക്രൈസ്റ്റ് വാസ് നോട്ട് ഗോഡ്, ഇഫ് ക്രൈസ്റ്റ് വെയർ നോട്ട് ഗോഡ്, ഹി വാസ് ജസ്റ്റ് എ ക്രിയേഷൻ, ഹൗ വുഡ് യു ബിലീവ് ഹിസ് പ്രോമിസസ്? ദൂതന്മാർ വരെ തെറ്റിപ്പോയിട്ടുണ്ടല്ലോ. ഈ ക്രിയേഷൻ ക്യാൻ ഗോ റോങ്. നമ്മുടെ ഉറപ്പെന്താ? ബിക്കോസ് ഈസ് ഗോഡ്, ഈസ് ഇമ്മ്യൂട്ടബിൾ, ഹി കനോട്ട് മേക്ക് എ മിസ്റ്റേക്ക്, സോ ഹി ബിലീവ് ഇൻ ഓൾ ഹിസ് പ്രോമിസസ്. അവന്റെ വാഗ്ദത്തങ്ങളിലെല്ലാം ഞാൻ വിശ്വസിക്കാൻ കാരണം ദൈവമാണെന്നും വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണെന്നും അവനൊരു കാര്യത്തിൽ പൂർത്തിയിലേക്ക് വരുത്തുന്നവനാണെന്നും ആദ്യവും അന്തവും അവനാണെന്നും അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തു ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചെന്നും പറഞ്ഞ് വലിയ കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം എന്താ? സൃഷ്ടിയല്ലേ, വേറൊരാളെ സൃഷ്ടിച്ചാൽ മതിയല്ലോ, ഒരാളെ ക്രൂശിൽ വിട്ടിട്ട്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അവനെ തന്നെ, അവന്റെ പുത്രനെ തന്നെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ്. സോ ഹി വാസ് ദ ഓൺലി സൺ, മീൻസ് ഗോഡ് വുഡ് നോട്ട് ക്രിയേറ്റ് അനദർ സൺ. ഇത് ക്രിയേഷൻ അല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞ ജീസസ് വാസ് നെവർ എ ക്രിയേഷൻ. അതിന് കാരണം എന്താ? സൂര്യനുണ്ടെങ്കിൽ പിന്നെ വെളിച്ചം പ്രത്യേകിച്ച് സൃഷ്ടിക്കേണ്ടാത്ത പോലെ. ഈ ഫാദർ ഈസ് ദർ, സൺ ഈസ് ഓൾവേസ് ദർ. ആ വചനം ദൈവമായി. അതിന് ബൈബിളിൽ അനേകം തെളിവുകളുണ്ട്. ത്രിയേകത്വം എന്നുള്ള വാക്ക് ബൈബിളിലില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചും പിതാവ് അവനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചും സൃഷ്ടിതാവായ ദൈവം ആണ് ക്രിസ്തു എന്നും ഉള്ള വാക്യങ്ങൾ അനേകം വേദപുസ്തകത്തിലുണ്ട്. ദൂതന്മാരോട് അവനെ വണങ്ങണമെന്ന് കൽപ്പിക്കുന്നു. സോ ദീസ് ഓൾ സജസ്റ്റ് ഹിസ് ഡിവിനിറ്റി. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഈ ഫേസ്ബുക്കിലൂടെ വരുന്ന പല താരങ്ങളും വളരെ പരിമിതമായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് അവരെപ്പോ സംസാരിച്ചാൽ ആ ഒരു പോയിന്റ് മാത്രമേ സംസാരിക്കുള്ളൂ. കാരണം അവർക്ക് വേറൊന്നും അറിയില്ല. ക്ഷമിക്കണം എന്നറിയില്ല, സ്നേഹിക്കണം എന്നറിയില്ല, കരുണ കാണിക്കണം എന്നറിയില്ല, യേശുക്രിസ്തു ഉള്ളിൽ ജീവിക്കണം എന്നറിയില്ല, വിശദീകരണത്തെ കുറിച്ച് അറിയില്ല. ആകെ അറിയാതെ തൃത്വത്തെ കുറിച്ചാണ്. അവരെവിടെ പോയാലും ത്രിയേകത്വത്തെ കുറിച്ച് പറഞ്ഞ് വഴക്കുണ്ടാകും. സോ വി ഹാവ് സച്ച് പീപ്പിൾ അറൌണ്ട് ഇൻ ദ ഇന്റർനെറ്റ്. പ്രത്യേകിച്ചും ലോക്ക്ഡൌണും കൂടെ ആയതുകൊണ്ട് നിങ്ങൾ ആരുടെയൊക്കെ പ്രസംഗമാണോ കേൾക്കുന്നത്, എവിടെയൊക്കെയാണോ കേൾക്കുന്നത് നമുക്കൊന്നും അറിയാൻ പോലും പറ്റത്തില്ല. സോ എല്ലായിടത്തും ഈ ചെന്നായ്ക്കൾ ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളവർ അറിഞ്ഞിരിക്കണം. ഈ പുതിയ തലമുറയിൽ ഇറങ്ങിയിരിക്കുന്ന ഉപദേശങ്ങളുടെ ഒരെണ്ണം പോലും വിശ്വാസ്യമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. അതിന് കാരണമുണ്ട്. മാർക്ക് മൈ വേർഡ്സ്, അണ്ടർലൈൻ മൈ വേർഡ്സ്. ഇഫ് യു ആർ ഹിയറിംഗ് സംതിങ് ന്യൂ, മാർക്ക് ഹിം. അത് കേൾക്കരുത്. കാരണം വചനം എന്ത് പറയുന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഫിലോസഫി, മനുഷ്യന്റെ ഫിലോസഫിയിലേക്ക് നിങ്ങൾ പോയാൽ യു വിൽ ബി ട്രാപ്ഡ്. കാരണം ഇന്ന് ഉപദേശങ്ങൾ ആരൊക്കെയോ ആണ് സ്റ്റേജിൽ എന്ന് പറയുന്നത്. വി ഡോണ്ട് നോ ഹു ആർ ദേ, വി ഡോണ്ട് നോ ഹു ആർ ദേ. ഏത് ചർച്ചാന്നറിയില്ല, ചർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ചർച്ചിന്റെ ഡിസിപ്ലിനിങ് ഇല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വചന പഠനമില്ല. ദേ ഗെറ്റ് എൻ ഐഡിയ ആൻഡ് യു ആർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദാറ്റ് ഐഡിയ. ദോഹയില് ചർച്ച് ഓഫ് ഗോഡില് ഒരു മനുഷ്യൻ ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം എന്ന് പറഞ്ഞൊരു ഉപദേശമായിട്ട് ഒരു 3 months ബാക്ക്. അതായത് ഇപ്പൊ ചർച്ച് ഓഫ് ഗോഡ് പുറത്താക്കി. പുള്ളി പറയുന്നത് റോമാലേഖനം മുതൽ പൗലോസിന്റെ ലേഖനങ്ങൾ മാത്രം ഉള്ളൂ സഭയ്ക്കുള്ളത്, ബാക്കിയുള്ളതല്ല യഹൂദന്മാർക്കുള്ളത്.
ഇൻക്ലൂഡിങ് വെളിപ്പാട്, ഇൻക്ലൂഡിങ് പത്രോസിന്റെ ലേഖനം, ഇതൊന്നും നമുക്കുള്ളതല്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ എന്നോടൊരാള് ആ ചർച്ചയിലെ തന്നെ ഒരാൾ എന്നെ ആദ്യം വിളിച്ച് പറയുന്നത്, പാസ്റ്റർ ഈ പ്രസംഗം കേട്ടതൊക്കെ എന്ത് രസമായിട്ട് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ചെങ്കിൽ ഒരാൾ ബുദ്ധിയുടെ കൗശലം ഉപയോഗിച്ച് കുറെ പുസ്തകങ്ങൾ നമുക്ക് വേണ്ടാന്ന് പറയുമ്പോൾ, ഓ എന്ത് രസമാ ചിന്ത എന്ന് പറയാൻ മാത്രമുള്ള ആത്മീക ആരോഗ്യം നമുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക, ന്യൂ ജനറേഷൻ കൾട്ടുകൾ വരുത്തുന്ന ഉപദേശ വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ. ഞാൻ ഇത് ഇത്തിരി നമ്മുടെ സമയം എടുക്കുമെങ്കിലും ലെറ്റ് മീ എക്സ്പ്ലെയിൻ ടു യു വൈ ഇറ്റ്സ് സോ ഡേഞ്ചറസ്. എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതിൻ്റെ ഒരു പാറ്റേൺ, എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പാറ്റേൺ ഞാൻ നിങ്ങളോട് പറയാം. ലോകത്തിൽ സഭയെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം. ഒന്ന് ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള സഭകളും, മറ്റൊന്ന് ചരിത്രത്തിലൂടെ ഉളവായി വന്ന അനേക സഭകൾ. ഇപ്പം 1-ാം നൂറ്റാണ്ടിലെ സഭ, 5-ാം നൂറ്റാണ്ടിലെ സഭ, 20-ാം നൂറ്റാണ്ടിലെ സഭ, 15-ാം നൂറ്റാണ്ട്, ഇങ്ങനെ അനേക സഭകൾ. അപ്പോൾ ഏത് ഉപദേശമാണ് ശരി എന്ന് എങ്ങനെ അറിയാം? എന്തിലാണ് നമുക്ക് ആധികാരികമായി വിശ്വസിക്കാൻ പറ്റുന്ന ഉപദേശം എന്താണ്? എനിക്കൊന്ന് വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറുന്നത്. ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് അവർ റെഗുലർ ടോക്ക്. അപ്പോസ്തല പ്രവർത്തികൾക്ക് ശേഷം, അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾക്ക് ശേഷം, അതായത് വെളിപ്പാടിന് ശേഷം, ആദ്യ നൂറ്റാണ്ടിന് ശേഷം, ഒരു 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം വരെ സഭയിൽ കാര്യമായ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ ചില ദുരുപദേശങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്, ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ ഈ സഭ ഒരു 300, 325, 350 വരെ പോയി. അങ്ങനെ 325 ആയപ്പോഴാണ് നിക്യാ വിശ്വാസ പ്രമാണം വരുന്നത്. അതിനുശേഷമാണ് സഭയിൽ വലിയ പ്രശ്നങ്ങൾ. നിക്യാ വിശ്വാസ പ്രമാണത്തിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. ദൈവമാതാവ് വിശുദ്ധ കന്യാമറിയം, അത് കത്തോലിക്കർ കൂട്ടിച്ചേർത്താന്നും പറയുന്നുണ്ട്. പിന്നെ പാപമോചനത്തിനായുള്ള മാമോദീസ ഒന്ന് മാത്രം എന്നുള്ള ഏറ്റുപറച്ചില് ഒക്കെ നമുക്ക് ഇത്തിരി അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം. ഓക്കെ, പക്ഷെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ രക്ഷയുടെ ഉപദേശം, കർത്താവിന്റെ മരണം, വീണ്ടെടുപ്പ്, അവന്റെ ദൈവത്വം, രണ്ടാമത് വരവ്, ഇതെല്ലാം നിത്യാവിശ്വാസ പ്രമാണത്തിലാണ്. പക്ഷെ പൂർണ്ണമല്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് ഏറ്റു പറയണമെന്ന്. നമുക്ക് വചനമല്ലാതെ ഒന്നും ഏറ്റു പറയാൻ പറ്റത്തില്ല. മനുഷ്യനിർമ്മിതമായ ഒരു പ്രമാണം ഒരിക്കലും നമ്മൾ ഏറ്റു പറയുന്നില്ല, പറയുകയും ആവശ്യവുമില്ല. അപ്പോൾ നിക്യാ വിശ്വാസ പ്രമാണം വന്നപ്പോഴേക്കും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ടായി. അന്ന് അവരെ ശാസിച്ചു കളഞ്ഞു. പഴയ നിയമത്തിൽ യഹോവയായി വരുന്ന അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ പുത്രനായും ഇപ്പോൾ പരിശുദ്ധാത്മാവേ ഉള്ളതെന്നും, ഒരു സമയത്ത് ഒരു ദൈവമേ ഉള്ളൂ എന്നും, പുത്രനോട് ജീവിക്കുമ്പോൾ പുത്രനേ ഉള്ളൂ എന്നും, പിതാവില്ലെന്നും, ആ പിതാവ് തന്നെയാണ് പുത്രനെന്നും വിശ്വസിക്കുന്നവരെയാണ് സൈബേലിയനിസം എന്ന് പറയുന്നത്. ഇന്നത്തെ അവരെന്താ വിളിക്കുന്നത്, എന്റെ പേരുണ്ട്, മോഡലിസം എന്ന് പറയും. മോഡലിസം, സൈബേലിയനിസം, മോഡലിസം. ഇത് ഇന്ന് വളരെ ശക്തമായിട്ട് വ്യാപരിക്കുന്നുണ്ട്. അന്നൊക്കെ ഞാനത് കേൾക്കുമ്പോൾ ചിന്തിക്കാറ്, ഈ പൊട്ടത്തരമൊക്കെ ആര് വിശ്വസിക്കുന്നു? പക്ഷെ അത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ അന്ത്യകാലത്ത് ഇറങ്ങിയേക്കുന്ന എല്ലാ ദുരുപദേശങ്ങളും, ഹൈപ്പർ ഗ്രേസ്, ന്യായപ്രമാണവാദം, അതുപോലെ തൃത്വത്തെക്കുറിച്ചുള്ള ദുരുപദേശങ്ങൾ, ക്രിസ്തുവിന്റെ ശുശ്രൂഷകളെ കുറിച്ച്, അതായത് അവന്റെ ക്രൂശ് മരണത്തെ കുറിച്ചുള്ള ദുരുപദേശങ്ങൾ, അവന്റെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള ദുരുപദേശങ്ങൾ, ഇതെല്ലാം ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ സഭാ കൗൺസിലുകൾ തള്ളിക്കളഞ്ഞിട്ടുള്ള ഉപദേശങ്ങളാണ്. തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സഭാ കൗൺസിലുകൾ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശരിയല്ലെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെന്തക്കോസ്ത് സഭ വരെയുള്ള സഭകളിൽ ഒരിടത്തും ഒരിക്കലും ഏതെങ്കിലും ഒരു സഭ തള്ളിക്കളഞ്ഞ ഒരു ഉപദേശം എടുത്തിട്ടില്ല. ഞാൻ വിശദീകരിക്കാം. കത്തോലിക്ക സഭയിൽ നിന്ന് റീഫോർമേഷനിലൂടെ, നവീകരണത്തിലൂടെ മാർട്ടിൻ ലൂതറൻ സഭ ഉണ്ടാകുമ്പോൾ കത്തോലിക്ക സഭയുടെ അവരെ എതിർത്തിട്ടുള്ള ഒരു വിഷയം അവരെടുത്തിട്ടില്ല. കണ്ടം ചെയ്ത ഒരു വിഷയം എടുത്തിട്ടില്ല. അവര് വേദപുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം, കൃപയാലുള്ള വീണ്ടെടുപ്പ്, അന്ന് വരെ കത്തോലിക്ക സഭ അനാഥമ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ത്രിയേകത്വം അന്ന് അവർ പറഞ്ഞിരുന്ന കാര്യം തന്നെ എടുത്തത്.
അതുപോലെ നമ്മൾ മുമ്പോട്ട് നോക്കിയാൽ ബാപ്റ്റിസ്റ്റ് തൊട്ട് പെന്തക്കോസ്ത് വരെ വന്ന ആ ഒരു വഴിയിൽ ഒരിടത്തും ഏതെങ്കിലും ഒരു ചർച്ച് കൗൺസിൽ, അവർ ഭാഗമായിരുന്ന ഒരു ചർച്ച് കൗൺസിൽ അനാഥമ, ദുരുപദേശം എന്ന് പറഞ്ഞ ഒരൊറ്റ ഉപദേശം പോലും എടുത്തിട്ടില്ല. അങ്ങനെയാണ് ദൈവം ഇവിടം വരെ എത്തിച്ചത്. ഇന്ന് പുതിയ കാലത്ത് വരുന്ന എല്ലാം ഏതെങ്കിലും ഒരു കാലത്ത് സഭകൾ പഠിച്ച് ദുരുപദേശം എന്ന് തള്ളിക്കളഞ്ഞ് ഇന്ന് പഠിപ്പിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടും സഭ വചനം പഠിപ്പിക്കാൻ മുമ്പിൽ നിൽക്കാത്തത് കൊണ്ടും സഭയിൽ മുഴുവൻ വിടുതലും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ടും ഈ ആളുകളെല്ലാം ഈ അന്ത്യകാലത്ത് ഈ സാത്താൻ പറഞ്ഞു വിടുന്നത് അന്ന് ഒരു കാലത്ത് സഭാപിതാക്കന്മാർ ദുരുപദേശം എന്ന് തള്ളിക്കളഞ്ഞ യേശുക്രിസ്തുവിനെ വ്യക്തിത്വത്തെ, ദൈവത്വത്തെ ബാധിക്കുന്ന, രക്ഷയെ ബാധിക്കുന്ന ഉപദേശങ്ങളുമായിട്ട് വീണ്ടും ഇവർ ഇറങ്ങിയിരിക്കുന്നത് അന്ത്യകാലത്തുള്ളൊരു പൈശാചിക പ്രവൃത്തിയാണ്. ട്രഡീഷണൽ മെയിൻ ലൈൻ ചർച്ചുകളുടെ ഉപദേശം അത് ചിലപ്പോൾ വ്യത്യാസങ്ങൾ കാണുമായിരിക്കും. ഇപ്പൊ ബാപ്റ്റിസ്റ്റുകാരുടെ ഉപദേശം നമ്മുടെ ഉപദേശം വ്യത്യാസമുണ്ട്, പക്ഷെ ദുരുപദേശമല്ല, ഉപദേശ വ്യത്യാസങ്ങളാണ്. അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ദൈവത്വത്തെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ദുരുപദേശമായി. രക്ഷയുടെ വ്യാഖ്യാനം മാറിക്കഴിയുമ്പോഴേക്കും ദുരുപദേശമായി. ഹൈപ്പർ ഗ്രേസ് ദുരുപദേശം, അത് അമിത കൃപാവാദം ദുരുപദേശം. ന്യായപ്രമാണം അനുസരിച്ചാണ് സ്വർഗത്തിൽ പോകുന്നത്, അതിന്റെ കൗണ്ടർ എതിരെയുള്ള ദുരുപദേശമായി. ഇതിങ്ങനെയുള്ള പിടിവലികളാണ് മൊത്തം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ അപ്പോസ്തലിക ഉപദേശം നമ്മൾ വ്യക്തമായി പഠിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഇത് പഠിച്ചേ പറ്റൂ. കാരണം ഇത് പഠിച്ചില്ലെങ്കിൽ നാളെയും വഴിതെറ്റിപ്പോകും. ഈ ഒരു പ്രസംഗം കേട്ടതുകൊണ്ട് റോമാലേഖനം പഠിച്ചുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ഈ വചനം വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കുട്ടികൾ വായിച്ചുകൊണ്ടിരിക്കണം, ഈ ഉപദേശങ്ങൾ പഠിക്കണം വീണ്ടും വീണ്ടും. ഞാൻ ഈ ബൈബിൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. എൻ്റെ കയ്യിൽ ഒരു കുറിപ്പോ സ്ക്രിപ്റ്റ്, ഒരു പേനയോ പേപ്പറോ, ഞാൻ പേന ഉപയോഗിക്കാറ് പോലും, എനിക്ക് ഡയറിയോ ഒന്നുമില്ല, ഒരു നോട്ടും കുറിച്ചിട്ടില്ല. എന്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, വചനം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കാം. കാരണം ഐ വിൽ കം ആൻഡ് ഗോ ബട്ട് ദ വേർഡ് വിൽ റിമെയിൻ. ഉപദേശങ്ങളിൽ സൂക്ഷിക്കുക. ഇനി ഇത്രയും പറഞ്ഞിട്ട് പൗലോസ് പറയാണ് ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച്. ഞാനിത് പറഞ്ഞു തുടങ്ങിയത് അവന്റെ മഹത്വത്തെ ആർക്കും നമുക്ക് പൂർണ്ണമായി കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റത്തില്ല. അതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ള കാര്യമാണ് എന്നാണ്. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള അറിവുകൾ ഒരിക്കലും നമുക്ക് പൂർണ്ണമല്ല. ഒരാൾ പറയായിരുന്നു, ഈ സ്വർഗത്തിൽ ചെന്നാലും നമ്മളിങ്ങനെ ദൈവത്തെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കുമോ? ആയിരിക്കും. എനിക്ക് വിഷമമൊന്നുമില്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓരോ ദിവസം ചെല്ലുന്നതോറും നമ്മൾ ദൈവത്തെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയും, ജീവന്റെ കൂടുതൽ സമൃദ്ധിയിലേക്ക് ചെല്ലും. ഒരിക്കലും അറിഞ്ഞു തീരുന്നില്ല. അത്ര ഭയങ്കരമാണ് ദൈവത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയാന്നുള്ള കാര്യമൊക്കെ അവിടെ നമുക്ക് അന്വേഷിക്കാം. എങ്കിൽ പോലും വി ഹാവ് സോ മച്ച് ടു ലേൺ അബൌട്ട് ഗോഡ്. അത് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മളുടെ ഇടപെടുന്ന എങ്ങനെയാണെന്ന് വചനത്തിലൂടെ അവന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അവനെക്കുറിച്ച് എന്തുമാത്രം നമ്മൾ അറിയുന്നോ അതിനെയാണ് നമ്മൾ ജീവൻ എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, 12-ാം അധ്യായം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പൊ മനസ്സിൽ എന്താ? ദയ കൊണ്ട് രക്ഷിക്കുക, അല്ലെ? സ്വാഭാവിക കൊമ്പുകളെ വെട്ടിക്കളഞ്ഞിട്ട് ഗുണമില്ലാത്ത കൊമ്പുകളെ ദയ കൊണ്ട് ദൈവം ഒട്ടിക്കുകയാണ്. അപ്പൊ ഗുണമുണ്ടെന്ന് വിചാരിച്ചിരുന്ന കമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞു. ഗുണമില്ലാത്ത കമ്പുകളെ ഒട്ടിച്ചിട്ട് ദൈവം എന്ത് കാണിച്ചു? ദൈവത്തിന്റെ സ്വഭാവം കാണിച്ചു. ഭയങ്കര കൃപ. എന്നെപ്പോലെ ഒരുത്തിനെ ഒട്ടിച്ചു ചേർത്തിട്ട് ഒന്നാം തരം ന്യായപ്രമാണം എല്ലാം കാണാതെ പഠിച്ച റബൈമാരെ എല്ലാം കൂടെ വെട്ടിക്കളഞ്ഞു. ആലോചിക്കുക, എന്തോ അത് സോ ഗ്രേസ്ഫുൾ. അപ്പൊ അത്രയും വലിയ ദയ, എന്നെ രക്ഷിക്കാൻ ദൈവം കാണിച്ച ദയയെ ഓർപ്പിച്ചുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുക. ഇതിനെക്കുറിച്ച് ഒരു പ്രസംഗം നടത്താൻ ഞാൻ ഈ സമയം എടുക്കുന്നില്ല, കാരണം നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളൊരു വാക്യമായിരിക്കും. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുന്നത്. അതെങ്ങനെ സാധിക്കും? 8-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ എന്താ നോക്കിയേ പറഞ്ഞത്? 10-ാം വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണ്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ എന്താ കണ്ടത്? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? എന്നാ 12-ാം അധ്യായം എന്ന പറയാണ് ഈ ശരീരത്തെ, മരണത്തിന് അധീനമായ ശരീരത്തെ
ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. അതൊരു ഭയങ്കര വെല്ലുവിളി തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ഈസി. അതായത് എന്തുകൊണ്ട് ഈസി അല്ല? ഞാനൊരു ചെറിയ പിക്ചറിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ നേരത്തെ വരച്ചിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ്, ടു ഷോ യു ദാറ്റ് വൺ വേർഡ്സ്. ഈ മരണത്തിന് അധീനമായ ശരീരത്തെ എങ്ങനെയാണ് ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ദിസ് ഓൺലി എ റിവിഷൻ ഓഫ് വാട്ട് ഐ ടോൾഡ് യു പ്രീവിയസ്ലി. ഓക്കെ, ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം വരച്ച ഒരു പിക്ചർ ഞാൻ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതിന് ഞാനൊരു ഷെയ്ഡ് കൊടുക്കാൻ പോവാണ്. ഇതൊരു ഷെയ്ഡ് ഏരിയ ആയിട്ട് കണ്ടോ? ഇതിനെയാണ് നമ്മൾ ഈ ബ്ലൂ ലൈൻ, അതായത് ഇത് രണ്ടിലും കയറി ഇറങ്ങി, ഇത് ശരീരം, ഇത് മനസ്സ്, ഇത് ആത്മാവ്. ഈ മനസ്സ് എപ്പോഴും എങ്ങോട്ടാണ് നോക്കുന്നത്? ഇപ്പം ആത്മാവിലേക്കാണോ ശരീരത്തിലേക്കാണോ നോക്കുന്നത്? മനസ്സിന്റെ ഇഷ്ടം എന്തിനോടാ കിടക്കുന്നത്? മൈൻഡിന്റെ. എപ്പോഴും ശരീരത്തിലേക്ക് നോക്കുന്നത്. അതാ മനസ്സിന്റെ സ്വഭാവം. മരണം, ശരീരം മരണമാണ്. അപ്പൊ മനസ്സ് എപ്പോഴും മരണത്തിന് പ്രിപ്പയർ ആവുക ചെയ്യുന്നത്. ഇത് നമ്മുടെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ. ആത്മാവിൽ ഒന്നുമില്ല. പ്രാണനും ശരീരവും ഭയങ്കര കൂട്ടാ. ഇതിനാണ് നമ്മൾ ജഡ, ഈ ഗവൺമെന്റിനെയാണ് നമ്മൾ ജഡം എന്ന് പറയുന്നത്. ഈ ബ്ലൂ കളറുള്ള ആ ഷെയ്ഡ്, അതിനെയാണ് നമ്മൾ ജഡം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലും എന്തായിരുന്നു? നമ്മൾ 6-ാം അധ്യായത്തിൽ കണ്ടത് ഈ ജഡത്തെ ഈ ജഡത്തിന്റെ ഗവൺമെന്റിനെ ദൈവം എന്നേക്കുമായിട്ട് തകർത്ത് കളഞ്ഞായിരുന്നു നമ്മൾ കണ്ടത്. അപ്പൊ ക്രൂശിൽ മരിച്ചപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഗവൺമെന്റ് പൊളിഞ്ഞുപോയി. ഏത് ഗവൺമെന്റാ? അപ്പൊ മനസ്സ് അതുവരെ എങ്ങോട്ട് നോക്കിയിരിക്കുമായിരുന്നു? ഈ ശരീരത്തിലോട്ട് നോക്കിയിരിക്കുമായിരുന്നു. വിശക്കുമ്പോൾ കഴിക്കാം, ദേഷ്യം വരുമ്പോൾ വഴക്കുണ്ടാക്കാം. അപ്പൊ ദേഷ്യം എവിടെ നിന്ന് വരണം? ശരീരത്തിലൊരു വികാരത്തിൽ നിന്ന് വരണം. അപ്പൊ മനസ്സനുസരിക്കുന്ന ആരെയാ? ശരീരത്തെയാ. വിശക്കുന്നു, കഴിക്കാം. രുചി തോന്നുന്നില്ല, വേറെന്തേലും വാങ്ങിക്കാം. അവനോട് എനിക്കൊരു ഇഷ്ടം തോന്നുന്നില്ല, പോയി പണി നോക്കാൻ പാടാം. ഇതെല്ലാം മനസ്സ് ആരുടെ അടിമയാ? ഈ വികാരങ്ങളുടെ അടിമയാണ്. അങ്ങനെ ആയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണ നിമിത്തം ഈ അടിമത്തം, ഈ അടിമ നുകം തകർന്നുപോയി. ജഡത്തിന്റെ അടിമത്തം. അതാണ് കാൽവരി ക്രൂശിൽ കർത്താവ് പഴയ മനുഷ്യനെ ക്രൂശിച്ചു എന്ന് പറയുന്നത്. വി ഡോണ്ട് ഹാവ് ടു ബി എ സ്ലേവ് എനിമോർ. നമുക്ക് ഇനി ഒരു അടിമയായിരിക്കേണ്ട കാര്യമില്ല. വികാരങ്ങൾ വരുന്ന പോലെ എല്ലാം പെരുമാറേണ്ട കാര്യമില്ല. വികാരങ്ങൾ വരുന്ന അനുസരിച്ചെല്ലാം നമുക്ക് പെരുമാറേണ്ട കാര്യമില്ല. കാരണം എന്താ? ആ പഴയ മനുഷ്യൻ മരിച്ചു. ആ ദൈവത്തിന്റെ ഭയങ്കര മനസ്സരിവായിരുന്നു. ഹി സേവ്ഡ് മീ ഫ്രം സ്ലേവറി. saved me from slavery to sin. ഓക്കെ, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി നോക്കിക്കോ, ഈ പഴയ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ വരെ, ഈ വരെയാണ് അകത്തെ മനുഷ്യൻ. അകത്തെ മനുഷ്യൻ എവിടെ നിന്നാ എല്ലാം കിട്ടുന്ന അറിയാം? ആത്മാവിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ മനസ്സ് നേരത്തെ എങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്? മനസ്സ് നേരത്തെ ശരീരത്തിന്റെ വികാരങ്ങൾ നോക്കിയായിരുന്നു, അനുസരിച്ചായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ആയിരുന്നു വിശദീകരിക്കപ്പെടാത്ത പഴയ മനുഷ്യൻ. മനസ്സെപ്പോഴും ശരീരത്തിന്റെ വികാരങ്ങളെ നോക്കി അതിന് അടിമത്തത്തിലായിരുന്നു ജീവിച്ചത്. എന്നാൽ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലേക്ക് ആത്മാവിന്റെ ചിന്തകൾ വരാൻ തുടങ്ങി. മനസ്സിലേക്ക് എവിടെന്നാ? ആത്മാവിന്റെ ചിന്തകൾ വരാൻ തുടങ്ങി.
അപ്പൊ മനസ്സ് പതുക്കെ പതുക്കെ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ജഡത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മരണമാണ്. അത് അനുഷ്ഠിച്ചാൽ ഞാൻ മരിക്കുള്ളൂ. കള്ളു കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം, അത് എന്ത് സുഖമാണെന്ന് എനിക്കറിയാൻ മേല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിലെ. എനിക്കത് ഭയങ്കര പ്രയാസമായിട്ട് തോന്നി. പിന്നെ ഇത് വലിയ ആണത്തമാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ആയിരിക്കും ആൾക്കാർ ഇങ്ങനെ കുടിച്ചു തുടങ്ങുന്നത്. ബട്ട് ഐ ഫൗണ്ട് ഇറ്റ് ടു ബി ടെറിബിൾ എക്സ്പീരിയൻസ്. എന്തായാലും ഇതിനകത്തൊക്കെ സുഖം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ മനുഷ്യൻ മരിച്ചിട്ട് ആത്മാവിൽ നിന്നുള്ള വിശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു പ്രാണൻ നമുക്കുണ്ടായി എന്ന് പറഞ്ഞാൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ആ മനസ്സ് യഹോവയിലേക്ക് തിരിഞ്ഞു, ആത്മാവിലേക്ക് തിരിഞ്ഞു, ആത്മാവിന്റെ വെളിപ്പാടുകൾ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നല്ല ബിരിയാണി കൂട്ടി ചോറുണ്ടുന്നതിനേക്കാളും സന്തോഷം കർത്താവിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുന്നതാണ്. ആ പഴയ അടിമത്തത്തിൽ എന്നെ കുരുക്കിയിരുന്ന പ്ലഷർ ചങ്ങല ഗോഡ് ബ്രോക്ക്. ആ സുഖത്തിന്റെ ചങ്ങല ദൈവം പൊട്ടിച്ചു. അപ്പൊ ശരീരത്തിന്റെ വികാരങ്ങൾക്ക് വിലയില്ലാതായിപ്പോയി. ശരീരം പറയാം ദേഷ്യപ്പെടും, 2 വർത്താനം പറ, അല്ല ഒരു പൊട്ടിയിലോട് കലവും, പിന്നെ നിന്നെ തല്ലും. മനസ്സ് പറയാണ് ഞാൻ മരിച്ചു, നിന്റെ ഇഷ്ടം സാധിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ആത്മാവിനെയാണ് അനുസരിക്കുന്നത്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മെ. അപ്പൊ ഇവിടെ ഈ വർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? വർഷിപ്പിന് പല തലങ്ങളുണ്ട്. ഇവിടെ പറയുന്ന വർഷിപ്പ് എന്ന് പറയുന്നത് ബുദ്ധിയുള്ള ഒരു ആത്മീക ആരാധനയെ കുറിച്ചാണ് പറയുന്നത്. ബുദ്ധിയുള്ള ആത്മീക ആരാധന. എന്താണ് ഈ ആത്മീക ആരാധന എന്ന് പറയുന്നത്? ഇത് ഒരു വലിയ ഭയങ്കര കൽപ്പന കേട്ടോ. നമുക്ക് അനുസരിക്കാൻ ഭയങ്കര പ്രയാസപ്പെടുന്ന, ദൈവത്തിന്റെ കൃപയാൽ അത് സാധിക്കും. ഗോഡ് വിൽ മേക്ക് us do it. ഞാനിത് പറയാൻ പോകുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ് അങ്ങനെ ആകാൻ. പക്ഷെ ആകാൻ ദൈവം അത് പ്രാക്ടിക്കലി എപ്പോ അനുവദിക്കുന്ന അറിയില്ല. സോ ബിഗ് എ ജേണി. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ വിശുദ്ധീകരണത്തിന്റെ യാത്ര എന്ന് പറയുന്നത്. അവിടെ പറയുന്നേ പതുക്കെ പതുക്കെ ഈ മനസ്സ് ആത്മാവ് പറയുന്ന കേട്ട് 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 ആ പ്രസംഗം കേട്ട് വചനം വായിച്ച് പതുക്കെ പതുക്കെ ഒരു കാര്യം മനസ്സിലാക്കും, ലോകത്തിന്റെ എല്ലാം പോക്കാണ്, എനിക്ക് എങ്ങനെയെങ്കിലും കർത്താവിന്റെ അടുത്ത് പോയാൽ മതി. അങ്ങനെ ലോകത്തിന്റെ എല്ലാം പോക്കാണെന്ന്, എനിക്ക് കർത്താവിന്റെ അടുത്ത് പോയാൽ മതി എന്നും മനസ്സിന് തോന്നുന്നതിനാണ് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം എന്റെ പ്രാണനിലേക്ക് വരുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. സോ ഐ ഗെറ്റ് ഹോളി തോട്ട്സ് അബൌട്ട് ക്രൈസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായിട്ട് ഈ മരണത്തിന് അധീനമായ ശരീരം എങ്ങനെയാണ് മാറുന്നത്? ദൈവത്തിന്റെ മഹത്വം ആലയത്തെ നിറച്ചിരിക്കുന്നു പറയുന്ന പോലെയാണ് ഈ ആത്മാവിൽ ഒരു പൂർണ്ണമായും ദൈവത്തിന് സബ്മിറ്റഡ് ആകുന്ന കാര്യമാണ് ആത്മാവ്. ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡമാണ് ബലഹീനം. അപ്പൊ ആത്മാവിന്റെ ചിന്തകൾ ഹൃദയത്തിലേക്ക്, അല്ലെ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ? ഹൃദയത്തിലേക്ക്. ഹൃദയം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് സ്തോത്രമാന്ന് വിചാരിച്ചു ഒരാളുടെ, അവന്റെ ശരീരവും പതുക്കെ പതുക്കെ അതിനോട് ഇണങ്ങാൻ തുടങ്ങും. അവന്റെ ആഗ്രഹങ്ങൾ കുറയാൻ തുടങ്ങും, അവന്റെ ഹോർമോണുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്തായാലും കുഴപ്പമില്ലാത്ത അവസ്ഥ വരും, ലോകത്തോടൊരു അവേർഷൻ തോന്നി തുടങ്ങും. കർത്താവിന്റെ ഹൃദയം ഉള്ളിൽ ഉണ്ടായി വരുമ്പം ശരീരത്തിന്റെ വികാരങ്ങൾ തകർന്നു പോകും. വി വിൽ നോട്ട് എനി ലോങ്ങർ ഫീൽ. കാരണം വിശുദ്ധി എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ജീവൻ എന്ന് പറയുന്നവന്റെ ആത്മാവ് തരുന്നതാണ്. ആത്മാവ് ജീവിപ്പിക്കുന്ന മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമായിട്ട് ഈ ശരീരം മാറണമെങ്കിൽ എന്ത് സംഭവിക്കണം? ജീവൻ എവിടെ നിന്നേ വരുള്ളൂ? ആത്മാവിൽ നിന്ന് മാത്രമേ വരുള്ളൂ. ആത്മാവിൽ നിന്ന് മാത്രമേ ജീവൻ വരുള്ളൂ. അപ്പൊ പ്രാണനിലേക്കും നമ്മുടെ ശരീരത്തിന്റെ വികാരങ്ങളെ വരെ മരണത്തിന് ഏൽപ്പിച്ചിട്ട് യേശുവിന്റെ നടപ്പിലേക്ക് നമ്മൾ എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്.
അപ്പൊ ശരിക്കും നമ്മുടെ ശരീരം അതിന് സാധാരണ പഴയകാലത്തെ വിശുദ്ധന്മാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളെ ശ്രദ്ധിക്കണമെന്ന്. സ്വപ്നങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാ സ്വപ്നം കാണാറുള്ളത്? എന്റെ സ്വപ്നം എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് മറവി കൂടുതലായതുകൊണ്ട് കണ്ണു തുറക്കുമ്പോ എല്ലാ സ്വപ്നം മറന്നു, എന്തൊക്കെയോ കാണുന്നുണ്ട്. ഈ സ്വപ്നത്തിൽ കൂടെ ഒന്നും കർത്താവ് എന്നോടൊന്നും സംസാരിക്കാറൊന്നുമില്ല കേട്ടോ, ഒന്നും സംസാരിക്കാറ്. എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ സംസാരിച്ചതായിട്ട് ഒരനുഭവമേ ഉള്ളൂ. അതും കർത്താവ് സംസാരിക്കുന്നതായിരുന്നില്ല. എന്നാൽ ചില ആൾക്കാർക്ക് എപ്പോ സ്വപ്നം കണ്ടാലും അവർ പറയും കർത്താവ് സംസാരിച്ചാണ് ബ്രദറെ, ഇന്നലെ സ്വപ്നത്തിൽ കൂടെ ഇടപെട്ടു. ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരു അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന വൃദ്ധന്മാരാണ് സ്വപ്നങ്ങളെ കാണുന്നതെന്നാണ്. ഈ വൃദ്ധന്മാരെന്ന് ഉദ്ദേശിക്കുന്ന തല നരച്ചവർ, പ്രായമായിരുന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങോട്ട് പോകാറായവരെന്നുള്ള അർത്ഥത്തിലാണ്. ബുദ്ധിയും മങ്ങി ബൈബിളും വായിക്കാൻ വയ്യ, കിടന്ന കിടപ്പ്, അവർക്ക് ആകെ ഉള്ളത് ഈ സ്വപ്നങ്ങളിലൂടെ കർത്താവ് ഇടപെടുക എന്നുള്ളതാണ്. നമ്മൾ സ്വപ്നം കാണില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഉറങ്ങിക്കിടന്ന് സ്വപ്നത്തിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നേക്കാളും എത്രയോ രസമാണ് ആത്മാവിൽ അത് ഓരോ നിമിഷവും ജീവനോടിരിക്കുമ്പോൾ കേൾക്കുന്നത്. ഈ സ്വപ്നത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? സ്വപ്നം കണ്ടിട്ട് ഞാനിന്നൊരു സ്വപ്നം കണ്ടു ബ്രദറെ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന ഗ്യാപ്പിനിടയിൽ ഈ സ്വപ്നം നമ്മൾ കണ്ടവരായിരിക്കില്ല നമ്മൾ പറയുന്നത്. ഈ സ്വപ്നം എന്ന് പറയുന്നൊരു മെന്റൽ പിക്ചർ ആയതുകൊണ്ട് നമ്മൾ ആ മെന്റൽ പിക്ചറിന്റെ കൂടെ നമ്മൾ പിന്നെയും മെന്റൽ പിക്ചർ ഉണ്ടാക്കി കൊഴുപ്പിച്ചാണ് ആ സ്വപ്നം വെളിയിൽ വരുമ്പോഴേക്കും അത് കൊഴുത്ത് നല്ല തടിച്ചിരിക്കും. കണ്ടത് അത്രയൊന്നും കാണുകയില്ല, പക്ഷെ നമ്മളും വഞ്ചിക്കപ്പെടും. നമ്മളത് കണ്ടെന്നാണ് നമ്മുടെ വിചാരം. കാരണം ഇത് രണ്ടും നമ്മുടെ മെന്റൽ പിക്ചേഴ്സാണ്. ഇതുപോലെ വഞ്ചിക്കുന്ന ഒരു സാധനമില്ല കേട്ടോ സ്വപ്നം. സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ദൈവാലോചനയാണെന്നും പറഞ്ഞുകൊണ്ട് ദയവായിട്ട് വന്നേക്കരുത്. ഞാൻ എന്റെ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നമാണെങ്കിൽ നല്ല കാര്യം, സ്തോത്രം പറഞ്ഞ് വീട്ടിൽ ഇരുന്നാണ്. ദൈവസഭയിൽ വന്ന് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞൊരു വാക്കുപോലും പറഞ്ഞേക്കരുത്. സുബോധത്തോടിരിക്കുമ്പോൾ കർത്താവിന്റെ ശബ്ദം കേൾക്കണം. അതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ശബ്ദം കേൾക്കണം. എന്താ കേൾക്കാത്തത്? ഗോഡ് ഈസ് ദെയർ ഫോർ ഓൾ ഓഫ് us. അവൻ നമ്മുടെ അപ്പനാണ്, നമ്മോട് സംസാരിക്കാതിരിക്കും. ഓൾവേസ് ടോക്ക് വിത്ത് us. അത് വലിയ അത്ഭുതം ആശ്ചര്യം പോലൊന്നും അല്ല. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാ മോനെ നടക്കേണ്ടത്, എന്താണ് ലൈഫ്, കർത്താവ് നിനക്ക് വേണ്ടി എന്താ ചെയ്തത്, നിന്നെ കുറിച്ചുള്ള എന്റെ സ്വപ്നം എന്താണ്, ഇതെല്ലാം ഈ അകത്തുനിന്ന് ആത്മാവ് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. Holy Spirit will keep on explaining these things to us again and again and again, what we did not understand by reading the scripture. And that's why we call the Holy Spirit a spirit of wisdom. It increases our wisdom, supplements Christ's wisdom to us. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫാണ് ശരിക്കും ദൈവത്തെ ആരാധിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ 2-3 മണിക്കൂർ ഞായറാഴ്ച വന്നിരുന്ന് ആരാധിക്കുന്നതല്ല ആരാധന. അത് ആരാധനയാണ്, അതല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതല്ല ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള ആരാധന എന്ന് പറയുന്നത്. നമ്മൾ 24 മണിക്കൂറും നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ഈ ശരീരം ഒരിക്കൽ പാപം വെച്ച് നമ്മളെ നിയന്ത്രിച്ച ശരീരം എന്ന് ആലോചിക്കണം. പക്ഷെ അതിന് മുറിവുണ്ടായി, മുറിഞ്ഞ് മരിച്ച് ആ പഴയ വികാരങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെയായി, ദേഷ്യം തോന്നാതെയായി, വൈരാഗ്യം വരാതെയായി, മരിച്ചോട്ടെ എന്നായി, കുറ്റിക്കൊടുത്തവരോടും വെറുത്തവരോടും ഇറക്കി വിട്ടവരോടും ഒന്നും വിഷമം ഇല്ലാതായി. എങ്ങനെയായി? ഈ ശരീരത്തിലെ ഹോർമോണുകളൊക്കെ ഉണ്ടായിരിക്കും, ഒന്നും ഓടുന്നില്ല. അതിന്റെ കാരണം എന്താ? ശരീരം ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമായി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് വെക്കും. രണ്ടുടുപ്പുണ്ടേ രണ്ടുടുപ്പ്. കാരണം ആ ശരീരത്തിന്റെ ക്രേവിങ്സിന് മുകളിൽ നമ്മൾ ജയം എടുക്കുന്നതിനെയാണ് ശരിക്കും ആത്മീക ആരാധന എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ ഈ സ്വപ്നത്തിന്റെ കാര്യം ഇടയ്ക്ക് പറഞ്ഞു തന്നെ? ഈ സ്വപ്നം നല്ലൊരു പാരാമീറ്ററാണ് നമ്മൾ വളരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി. ശരിക്കും കർത്താവ് കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ നന്നായിക്കൊണ്ടിരിക്കും. അശുദ്ധ സ്വപ്നങ്ങളെല്ലാം മാറിപ്പോ ഇടയ്ക്ക് വരുന്നെന്ന് ഓർത്തുകൊണ്ട് ടെൻഷൻ അടിക്കരുത്. പക്ഷെ പൊതുവെ നമ്മുടെ സ്വപ്നങ്ങൾക്കകത്തൊരു വിശുദ്ധീകരണം സംഭവിക്കും. എ സാങ്ക്ടിഫിക്കേഷൻ ഇൻ അവർ ഡ്രീംസ്. അത് ശരിക്കും നമ്മുടെ പ്രാണനിൽ നിന്ന് വരുന്ന സ്വപ്നങ്ങൾ. പ്രാണൻ കർത്താവിന്റെ സ്വഭാവം പ്രാപിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ ആ പ്രാണനിൽ നിന്ന് വരുന്ന സ്വപ്നങ്ങളിൽ വിശുദ്ധീകരണം ഉണ്ടാകുന്നത്. അത് ആത്മാവിന്റെ വിശുദ്ധീകരണമാണ്. മനസ്സിലേക്ക്, പ്രാണനിലേക്കും, പ്രാണനിൽ നിന്ന് അത് ശരീരത്തിലേക്കും കൂടെ വരുമ്പോഴാണ് അത് ബുദ്ധിയുള്ള ആരാധനയായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നത്. നമുക്ക് ഈ ആത്മാവിലെ ആരാധന ഓക്കെയാണ്.
നോ പ്രോബ്ലം, വി ഡോണ്ട് ഹാവ് മച്ച് ഓഫ് എ പ്രോബ്ലം, അല്ലേ? അത് മനസ്സിലേക്ക് ഇറങ്ങി വരാൻ കുറച്ചുകൂടെ പാടാണ്. കാരണം അത് വിശുദ്ധീകരണത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഇനി ശരീരത്തിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ആ മനസ്സിന്റെ വിശുദ്ധീകരണം കംപ്ലീറ്റ് ആണ്. ഹൃദയം നിറഞ്ഞ് കവിഞ്ഞല്ലോ ശരീരം സംസാരിക്കുന്നത്. അപ്പൊ ശരീരത്തിലേക്ക് ആ നന്മ വരണമെങ്കിൽ എന്ത് വേണം? ഹൃദയം നിറഞ്ഞു കവിയണം. കർത്താവിന്റെ സ്വഭാവം കൊണ്ട് ഹൃദയം നിറഞ്ഞു കവിഞ്ഞാലേ അതെന്താവുകയുള്ളൂ? മനസ്സ് പുതുക്കി, മനസ്സ് നേരത്തെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന മനസ്സിനെ അങ്ങോട്ട് നോക്കാൻ പഠിപ്പിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും എന്ന് പറഞ്ഞാൽ, നേരത്തെ എന്താ ഈ രൂപാന്തരം? നേരത്തെ ഈ ജഡ ഗവൺമെന്റിനെ അന്വേഷിച്ച് നടന്നിരുന്ന നമ്മൾ, ഈ ഗവൺമെന്റിനെ അനുസരിച്ച് നടന്നിരുന്ന നമ്മൾ ആ ശരീരത്തെ യാഗമാക്കിക്കൊണ്ട്, അത് നേരത്തെ രാജാവായിരുന്നു, യാഗമാക്കിക്കൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോൾ അത് ബുദ്ധിയുള്ള ആരാധനയാണ്. കാരണം ഈ ആത്മാവിന്റെ സൽഫലങ്ങൾ ഈ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് വരെ എത്തുന്ന, അതിനെ ജീവിപ്പിക്കുന്ന ഒരു സ്ഥിതിയെക്കുറിച്ചാണ് ഞാനിവിടെ. സോ ദാറ്റ്സ് വാട്ട് പോൾ സേസ് ഹിയർ. പോൾ പറയുന്ന അതാണ്. എന്താ പൗലോസ് പറയുന്നത്? ബുദ്ധിയുള്ള ആരാധനയെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും, സാങ്ക്ടിഫിക്കേഷൻ, ജീവനും വിശുദ്ധിയും, ലൈഫ് ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ എവിടെയാ? ശരീരങ്ങളിൽ. So how does that happen? That happens only by identifying ourselves with the crucifixion of Christ. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ അവനോടുകൂടെ മരിച്ച് അവനോടുകൂടെ പുനരുത്ഥാനം പ്രാപിക്കുമ്പോഴാണ് ഈ വിശുദ്ധീകരണത്തിന്റെ സംഭവിക്കുകയും നമ്മുടെ ജീവിതം ഒരു ആരാധനയായി മാറുകയും ചെയ്യുന്നത്. നമുക്ക് അടുത്ത വാക്യങ്ങളിലേക്ക് വരാം. ഇതോടുകൂടി നമ്മൾ ഗഹനമായ കാര്യങ്ങളിൽ ഒരുവിധം നമ്മൾ ഒതുക്കി വെച്ചു എന്ന് വേണം നമുക്ക് പറയാം. ഓക്കെ, ഇന്ന് 12-ാം അധ്യായമായിരിക്കും നമ്മൾ പറയുന്നത്. നാളെ 13-ഉം 14-ഉം, അതിനടുത്ത ദിവസം 15-ഉം 16-ഉം, അങ്ങനെ നമ്മളിത് ഫിനിഷ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ 13-ലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞാൽ that will be fine. So we can take more time on other lessons. Okay, 12-ാം അധ്യായത്തിന്റെ 1-ാം ഒന്നുകൂടെ വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയും നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗം ആയി സമർപ്പിക്കും. എന്നൊരു ഒരു കാര്യം പറയാനുണ്ട്. ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിന് അനുരൂപമാകാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഔട്ടർ മാൻ, ആ വെളിയിൽ കണ്ട ഗവൺമെന്റ് ഉണ്ടല്ലോ, അതിനു വേണ്ടി ചിന്തിക്കാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവകൃപ എന്ത് എന്ന് തിരിച്ചറിയാൻ നമുക്കൊന്ന് നോക്കാതെ. അപ്പൊ എത്ര തരത്തിലുള്ള ദൈവഹിതം കാണുമായിരിക്കും? പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം കാണും, അല്ലെ? പിന്നെ നമ്മുടെ പിടിവാശിക്ക് ദൈവം സമ്മതിച്ചു കൊടുത്ത കാര്യങ്ങളും കാണും. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഈ മനസ്സിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം പോലില്ല. ഈ മനസ്സിന് ദൈവത്തിന്റെ ഹിതം അറിയാൻ, ദൈവത്തിന്റെ ഹിതം അറിയാൻ ഇങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ? ശരീരത്തിലേക്ക് നോക്കണോ ആത്മാവിലേക്ക് നോക്കണോ? ആത്മാവിലേക്ക് നോക്കണം. അങ്ങനെയല്ലേ? അങ്ങനെയോ? അപ്പൊ ഈ ലോകത്തിന് അനുരൂപമായി കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റില്ല? ഈ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടില്ല? നന്മയും പൂർണ്ണതയും പ്രസാദവും, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം മനസ്സിലാക്കാൻ എങ്ങോട്ട് നോക്കണം? ഇങ്ങോട്ട് നോക്കിയാൽ പോരാ, ഇങ്ങോട്ട് നോക്കണം. ശരീരത്തിന് എന്താണ് ആവശ്യം എന്ന് നോക്കിയാൽ പോരാ, ആത്മാവ് എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ചില സമയത്ത് പാസ്റ്ററെ ജോലിക്ക് പോകുന്ന ദൈവഹിതമാണെന്ന് പ്രാർത്ഥിച്ച് പറയാമോ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. തൃശ്ശൂരിലൊരു മീറ്റിംഗ് പ്രസംഗിക്കാൻ നേരത്ത് 3.5 മണിക്കൂർ പ്രസംഗിച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് കഴിഞ്ഞ് അവരൊന്നും ചോദിക്കുക എന്നോട്, പാസ്റ്ററെ എനിക്ക് എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ചോദിച്ചാൽ എന്താ? അതെ, എനിക്കൊരു സംശയം, പുള്ളിക്ക് കാനഡയിലും അമേരിക്കയിലും പോകാൻ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, എവിടെ പോകുന്ന ദൈവത്തിന്റെ ഇഷ്ടം ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ? അപ്പൊ എങ്ങോട്ടാ നോക്കിയത്? എങ്ങോട്ടാ നോക്കിയത്? ഏതായാലും സ്വർഗത്തിലേക്കല്ല നോക്കിയത്, അമേരിക്കയിലേക്കൊക്കെ നോക്കിയത്, പുറത്തെ മനുഷ്യനെ നോക്കിയത്. അപ്പൊ ദൈവത്തിന്റെ നന്മയും പൂർണ്ണതയുമുള്ള പ്രസാദമുള്ള ഇതും അറിയാൻ പോകുന്നില്ല. പിന്നെ ആകെയുള്ളത് പ്രവാചകന്മാരുടെ അടുത്ത് പോകാന്നുള്ളതാണ്. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന്മാരും വെളിയിലോട്ടാ നോക്കുന്നത്.
അപ്പൊ പിന്നെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള ഹിതം എന്താന്ന് എങ്ങനെ അറിയും? സഹോദരങ്ങളെ, അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. പഴയ ഗവൺമെന്റിനെ വിട്ടേക്കുക. അതിന്റെ എല്ലാ അകൃത്യങ്ങളോടും കൂടി അതിനെ ക്രൂശിൽ തറയ്ക്കുക. അത് കർത്താവിന്റെ കാലത്ത് നടക്കുകയും ചെയ്തു. അവന്റെ മുന്നറിവിനാൽ നമുക്ക് വേണ്ട എല്ലാ പ്രൊവിഷൻസും അവിടെ തന്നിട്ടുണ്ട്. ഹി ഹാസ് ബ്രോക്കൺ ദ ഹാർഡ് പാർട്ട് ഓഫ് അവർ ഹാർട്ട്. എന്നിട്ട് നമുക്ക് ആന്തരികമായൊരു ജീവൻ തന്നു. അപ്പൊ നമുക്ക് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഹൃദയം ലോകത്തിലേക്ക് വെച്ചാൽ അറിയാൻ പറ്റില്ല. പിന്നെ പ്രവാചകന്മാരുടെ കൂടെ എല്ലാം ഓടാന്നേ ഉള്ളൂ, ഒന്നും അറിയാൻ പറ്റത്തില്ല. എന്നാൽ അകത്തേക്ക് നോക്കുമ്പോ ആത്മാവിലേക്ക് തിരിഞ്ഞ് മനസ്സ് പ്രാണൻ രൂപാന്തരപ്പെടുമ്പോൾ ആത്മാവ് ചിന്തിക്കുന്ന എന്ത് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമായിട്ട് നമ്മൾ സമർപ്പിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ, അടുത്ത വാക്യങ്ങൾ കൃപാവരങ്ങളുടെ വിതരണത്തെ കുറിച്ചാണ്. നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കും. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയാം. അപ്പൊ നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ എന്താ ദൈവം ഈ കൃപാവരങ്ങൾ എന്നിങ്ങനെ തരാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം വല്ലതും കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരു പ്രവചനം കിട്ടിയാൽ പിന്നെ അയാളെ നിലത്തെങ്ങാനാണ് നിൽക്കുന്നത്. ഒരു കാര്യം എങ്ങാണ്ട് പ്രവചിച്ച് ശരിയായ എന്ന് പറഞ്ഞാൽ നിലത്തെങ്ങും ആയിരിക്കത്തില്ല. അവര് പിന്നെ സ്റ്റേജിൽ കിടന്ന് ശ്വാസിക്കുന്നു, നീ 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 വിരൽ ചൂണ്ടി ആക്രോശിക്കുന്നു, ബഹളം വയ്ക്കുന്നു. എന്താ സംഭവിക്കുന്നറിയോ? ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഇരിക്കുന്ന ആൾക്കാർ, കുഞ്ഞു കുട്ടികൾ സ്റ്റേജിലോട്ട് കയറി നിന്നിട്ട് വലിയ കാരണവന്മാരെ മൂപ്പന്മാരെ എല്ലാം നിന്റെ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നില്ല. വിഷമം തോന്നി. സോ വി ആർ ക്രിയേറ്റിംഗ് സച്ച് എ കൾച്ചർ. താഴ്ന്നിരിക്കാൻ പഠിപ്പിക്കാതെ, വിധേയത്വം പഠിപ്പിക്കാത്ത. പണ്ട് ചെറിയ പ്രസംഗകനെ ഞാൻ കണ്ടു ആന്ധ്രയിൽ വെച്ച്, വർഷങ്ങൾക്ക് മുമ്പോട്ട്. ഇപ്പോൾ ഉള്ള ആൾക്കാരൊന്നും അല്ല, ഇപ്പൊ ചെറിയ ആൾക്കാരൊന്നും, വലിയ ആൾക്കാർ. അപ്പൊ അദ്ദേഹം ഒരു പാസ്റ്റർ എടുത്ത് പ്രസംഗിക്കാൻ വന്നിരിക്കുക. അപ്പൊ ഞാൻ മലയാളിയാണല്ലോ, ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ച് അവന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്താ മോനെ വിശേഷം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്താ പേര്? ഞാൻ പേര് പറഞ്ഞു. ഉടനെ പുള്ളി എന്നോട് ചോദിക്കുക, ക്ഷേമമായി ഒക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? എത്ര വയസ്സുണ്ടെന്നറിയോ? 10 വയസ്സ്, 10-11 വയസ്സ്. ഞാൻ ഓർത്ത്, എന്റെ ദൈവമേ, എല്ലായിടത്തും ക്രിക്കറ്റ് കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഇവരെ പിടിച്ച് ബൈബിളും കൊടുത്ത് സ്റ്റേജിൽ കയറ്റിയിട്ട് അവരാരെയാ ബഹുമാനിക്കേണ്ടതെന്നോ മുതിർന്നവരെ എങ്ങനെയാ കാണേണ്ടതെന്നോ ഒന്നും അറിയാൻ വയ്യാതെ ഏതോ വലിയതുപോലെ. പ്രിയ സഹോദരങ്ങളെ, സ്റ്റേജ് നമുക്ക് ദൈവം തരുന്ന ദാനമാണ്. അവിടെ ഒരു ഭാവവും ആവശ്യമില്ല. വി ആർ ഓൾ സെർവൻസ്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ കൂടെ നടക്കുമ്പോൾ ആരായിരുന്നു പണപ്പെട്ടി സൂക്ഷിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ? യൂദായർ. ആരായിരുന്നു പുതിയ ശിഷ്യന്മാരെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ആൾക്കാർ? ഫിലിപ്പോസും അന്ത്രയോസും ഒക്കെ. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ആരാണ് എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുത്ത് മേശ തുടച്ച് പാത്രം കഴുകി കുക്ക് ചെയ്തോണ്ടിരുന്നത്? അത് പറഞ്ഞാൽ നമ്മൾ ഞെട്ടും. യേശുക്രിസ്തു ആയിരുന്നു. കർത്താവ് ശിഷ്യന്മാരിൽ ആരാ വലുതെന്ന് ചോദിച്ച് തർക്കം ഉണ്ടായപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, നിങ്ങൾ ജാതികളുടെ ആളുകൾ കർത്തൃത്വം നടത്തരുത്. നിങ്ങൾ വലിയവൻ ആകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ചെറിയവനായിരിക്കണം, എളിയവരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഭക്ഷണത്തിന് ഇരിക്കുന്നവനാണോ വിളമ്പുന്നവനാണോ വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷക്കാരനെ പോലെ ആയിരുന്നില്ലേ? അർത്ഥം എന്താ? He was a servant, പക്ക servant. He never had any air about his lordship. It was just like no airs, no style, just യേശു. എന്നെ പോലെ സകലത്തെ സൃഷ്ടിച്ച ദൈവം എന്നെ പോലെ
ജസ്റ്റ് ഫ്ലഷ്. ആരുടെയും ബഹുമാനം സ്വീകരിച്ചില്ല, ആരാധന സ്വീകരിച്ചില്ല. നല്ലവൻ എന്ന് പറഞ്ഞു പിതാവ് ഒരുവനല്ല നല്ലവൻ ആരും. പുനരുത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആരാധന സ്വീകരിക്കുന്നത്. ബിക്കോസ് ഹി റിസീവ്ഡ് ഹിസ് ഗ്ലോറി. അവനെ കണ്ടാൽ ആളെല്ലാം തോന്നുമാറ് തകർക്കപ്പെട്ട് വേർത്ത് കുളിച്ച് ഈ വഴികളിലൂടെ അലഞ്ഞു. ഞാൻ ആദ്യമായിട്ട് AC ട്രെയിനിൽ കയറുന്ന 2008 മറ്റോ തോന്നുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് AC ട്രെയിനിൽ കയറിയിട്ട് എന്റെ ഭാര്യയെ വിളിച്ച് ഞാൻ പറഞ്ഞു, അത് AC കയറേണ്ടി വന്നതാ. സാധാരണ ഞാൻ അങ്ങനെ എടുക്കാറില്ലായിരുന്നു. ഇപ്പൊ എടുക്കാറുണ്ട്, അന്ന് എടുക്കാറില്ല. അപ്പൊ ഞാൻ എന്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ഞാൻ AC ട്രെയിനിലാണ് കേട്ടോ വരുന്നത്. അന്നേരം എന്റെ ഭാര്യയോട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയാം? യേശു കർത്താവ് നടന്ന് വേർത്ത് കുടിച്ച് നടന്നൊരു ലോകം ഇതിന്റെ വെളിയിലുണ്ടെന്ന് ഓർത്തോണം ഇടയ്ക്കിടയ്ക്ക് വെളിയിലോട്ട് നോക്കിയിരുന്നു. കർത്താവ് നടക്കുമായിരുന്ന ഒരു ഇടുക്ക് വഴികൾ നമ്മൾ എല്ലായിടത്തും ക്ലോസ് ചെയ്യുന്നുണ്ട്. AC വെക്കുന്ന പാപമാണെന്നൊന്നും പറഞ്ഞേക്കല്ല, ഞാൻ അങ്ങനൊന്നും അല്ല പറഞ്ഞ കേട്ടോ. ഐ എം സ്പീക്കിംഗ് അബൌട്ട് സെർവന്റ്ഹുഡ്. ക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് സെർവന്റ്ഹുഡാ. ഹീസ് ദ സെർവന്റ്. ബാക്കിയുള്ളവർക്ക് വേണേൽ സെർവ് ചെയ്യാം. ഞാൻ കാലി കഴുകുന്നുണ്ട്, നിങ്ങൾക്ക് കാലി കഴുകാം. ക്രൈസ്റ്റ് ഈസ് ഓൾവേസ് എ സെർവന്റ്. അപ്പൊ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കരുത്. ഭാവിക്കാനൊന്നും ഇല്ല. നമ്മളെല്ലാം ദൈവനാൽ ഒട്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ജാടയില്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, ദൈവം നമ്മളെ അതിനെല്ലാം സഹായിക്കട്ടെ. എന്നെ കണ്ട ജാടയെന്ന് പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട്. ഇനി ആരും ആണോന്ന് അറിയാൻ മേല. കാരണം എന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ ഇന്റലിജൻസ് ഇത്തിരി കുറവാണ്. എന്റെ ഭാര്യ എപ്പോഴും പറയാറുണ്ട്, ഒന്ന് ആൾക്കാരെ കണ്ട ഒന്ന് ചിരിച്ച് ഒന്ന് കുറച്ച് വർത്താനം പറഞ്ഞ് എന്താ കുഴപ്പം. ഞാൻ രണ്ടും കൽപ്പിച്ച് പരിശ്രമിക്കാറുണ്ട്, പക്ഷെ അത്രയൊന്നും ജയിക്കാറില്ല. സോ വി ഓൾ ഹാവ് അവർ ഓൺ ലിമിറ്റേഷൻസ്. പക്ഷെ വൺ തിങ് വി കനോട്ട് ഫോർഗെറ്റ്, ദാസ്യത്വം. ദാറ്റ് റിമെയിൻസ് ദെയർ. ഓക്കെ, അപ്പോൾ ഓരോ ശുശ്രൂഷകരും ദാസന്മാരാണ്. പ്രവാചകൻ ഒരു ദാസനാണ്. ഈസ് എ സെർവന്റ് സെർവിംഗ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. രോഗശാന്തി കൃപാവരമുള്ളവൻ ഒരു സെർവന്റ്. He cannot start his own ministry. He has to be inside the church. If suppose you get a prophetic gift, you go around and start it. That's wrong. In every church you should have these gifts. ഓരോ ഗിഫ്റ്റ് ഉള്ളവരെല്ലാം അവരവരുടെ ചർച്ച തുടങ്ങുകയല്ല ചെയ്യേണ്ടത്. ഒരു ചർച്ചിന് കീഴിൽ ആ ഗിഫ്റ്റുകളെല്ലാം ഹംബിളായിട്ട് മറ്റ് മൂപ്പന്മാർക്ക് കീഴടങ്ങി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കൃപാവരങ്ങളുടെ പങ്കുവെക്കലിനെ കുറിച്ചാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ അത് അത്ര വിശദമായിട്ട് ഇനി കാണേണ്ട ഒരു കാര്യമില്ല. കാരണം സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്രഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പൊതുവായ തത്വങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. കൃപാവരങ്ങളുടെ കാര്യത്തിൽ ഭാവിക്കേണ്ടതിനെതിരെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലതായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് കണ്ടോ. അപ്പൊ നമ്മളെല്ലാം ഒരു ശരീരത്തിൽ അംഗങ്ങളാണ്, അവയവങ്ങളാണ്. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, തല അല്ല കണ്ണ് മൂക്കിനോട് നീ അത്ര സുഖമില്ല കേട്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എവ്രി ഓർഗൻ ഇൻ എ ചർച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. എവ്രി ഓർഗൻ ഇൻ ദാറ്റ് ബോഡി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓരോ മനുഷ്യനും ഇമ്പോർട്ടൻറ്റ്. എല്ലാം കർത്താവിന്റെ രക്തത്തിന്റെ വിലയാണ്. എനിക്ക് വേണ്ടിയും കർത്താവ് അതേ വില തന്നെ കൊടുത്തേക്കുന്നത്, അവന് വേണ്ടി അതേ വില തന്നെ കൊടുത്തേക്കുന്നത്. അപ്പൊ ദൈവത്തിനു മുമ്പിൽ എല്ലാ ആത്മാക്കളും ഒരുപോലെയാണ്, എല്ലാവർക്കും വാല്യൂവാണ്. നമ്മൾ അങ്ങനെ തന്നെ കർത്താവും ഇവന് വേണ്ടി മരിച്ചു, അത്ര ശ്രേഷ്ഠനാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളെന്ന് വേണം ഞാൻ അവനെ കാണാൻ. ഓക്കെ, ഭാവിക്കേണ്ടതിനെതിരെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ ലോകം കിട്ടുന്നതുപോലെ സുബോധമാകുവാൻ വണ്ണം ഭാവിക്കണേ. ഈ സുബോധവും ഇതും തമ്മിൽ എന്താ ബന്ധം? ഈ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കുന്നതും സുബോധവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന് വലിയ ബന്ധമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ മത്ത് പിടിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? സുബോധം, അഹങ്കാരം, ഇത് രണ്ടും ഓപ്പോസിറ്റാണ്.
ഈ മത്ത് പിടിക്കാം എന്ന് പറഞ്ഞാൽ എന്താ? എന്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് മത്ത് പിടിക്കാൻ സാധ്യതയുള്ളത്? സോബർ മൈൻഡഡ് അല്ലെങ്കിൽ സുബോധം, സോബർ മൈൻഡഡ്നെസ്, സുബോധമുള്ളവർ. ദൈവത്തിന്റെ മക്കൾ എപ്പോഴും സുബോധമുള്ളവരായിരിക്കണം. ഓക്കെ, സുബോധമുള്ളവരായിരിക്കും. അപ്പോ സുബോധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മത്ത് പിടിപ്പിക്കുന്ന ഒരു സാധനം എന്താണെന്നറിയോ? കള്ളല്ല. കള്ള് നമ്മളെ മത്ത് പിടിപ്പിക്കുന്നില്ല. കള്ള് വെളിയിലുള്ളവർക്കാണ് കൂടുതൽ മത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ മത്ത് കിട്ടുന്ന എവിടെന്നാ? എന്ത് അടിക്കുമ്പോഴാ പൂസാവുന്നത്? പൈസ. പൈസ ഇഷ്ടമാണ്, കുറെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ലഹരി ഉണ്ടാക്കും അത്. പക്ഷെ അതിനേക്കാളൊക്കെ ലഹരി ഉണ്ടാക്കുന്ന സാധനമാണ് ആളുകളുടെ പുകഴ്ത്തൽ. ആളുകൾ പുകഴ്ത്തി പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എനിക്ക് പുകഴ്ത്തി പറയുന്ന ഇഷ്ടമല്ല ബ്രദറെ, അതിനൊന്നും ആവശ്യമില്ല ബ്രദറെ എന്നൊക്കെ പറഞ്ഞാലും, ഞാനൊരു സാധാരണ മനുഷ്യൻ, എന്നെ വെറുതെ പുകഴ്ത്തി പറയണ്ടെന്ന് പറഞ്ഞാലും എന്റെ ഉള്ളിൽ പറയാ, ഞാൻ ഈ പുകഴ്ത്തലൊന്നും സ്വീകരിക്കാത്ത എളിമയുള്ള ഒരാളാന്ന് അവർ വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂത്രമാണ് മനസ്സിനകത്തുള്ളത്. മത്തത് ആൾക്കാരെല്ലാം പൊക്കി പൊക്കി കൊണ്ടുനടക്കാൻ മത്ത് പിടിക്കും. ചേസ് പാസ്റ്ററെ പോലെ ഒരു പ്രസംഗം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കിയേനെ? അത് വല്ലവരും പറഞ്ഞാൽ ഞാൻ തീർന്നു. ഈ മത്തന്മാരോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. പിന്നെ അത് എന്റെ ഗ്രൂപ്പായി മാറും, എന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരായിട്ട് മാറും. ഇത് ഒരു മത്ത, ഇത് ലഹരി, സുബോധമില്ലായ്മ. അപ്പൊ ഞാൻ വിചാരിക്കും ഞാനുള്ളത് കൊണ്ടാണ് കർത്താവിന്റെ സഭ നടക്കുന്നത്. ഞാൻ പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ കർത്താവ് കഷ്ടപ്പെട്ടു പോയേനെ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുന്നത് ഒരു മത്താണ്. അതൊരു ലഹരിയാണ്. ആളുകളുടെ പുകഴ്ത്തൽ, ഉയർത്തിപ്പറച്ചിൽ. ചിലപ്പോ ഒക്കെ സ്റ്റേജിലോട്ട് കയറാൻ നേരത്തെ ചില ചർച്ച ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് പുകഴ്ത്തും. എന്നിട്ട് പറയാം കൈ അടിച്ച് സ്വാഗതം ചെയ്യാം. ഞാൻ അവിടെ ഇരിക്കും കൈയടി തീരുന്നവരെ. കാരണം ഈ കൈ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് നടുവിലൂടെ നടക്കുവാണെന്നുണ്ടല്ലോ, ഒന്ന് സ്ലോ മോഷനിലൊക്കെ നടക്കാൻ തോന്നും. അതുപോലെയാണ് ഈ ആളുകൾ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഓൾ ആർ ആഡമിക് ഫ്ലഷ്. എല്ലാം ആദമിന്റെ ഫ്ലഷാണ്. നമ്മള് പാസ്റ്റർമാർക്ക് മാത്രം പ്രത്യേക വിശുദ്ധിയൊന്നും ഇല്ല, എല്ലാവരും അങ്ങനെ അതിന് മുകളിലായിരിക്കണം. കർത്താവിന്റെ വിശുദ്ധിയിലും തേജസ്സിലും പങ്കാളികളാകാൻ വേണ്ടി നമ്മൾ വിളിച്ചിരിക്കുന്നത്. സോ വി നീഡ് ടു ബി ഹംബിൾ ലൈക്ക് ക്രൈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും കൃപാവരം പങ്കിട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരാൾ പ്രവചന വരമുള്ള ഒരാളെന്ന് വിചാരിച്ചു. ഈ പ്രവചനമുള്ള ഒരാള് ചെന്ന് പ്രവചിക്കുമ്പോൾ വചനം പഠിപ്പിക്കുന്ന ഒരാൾ പറയാണ്, അത് വചനത്തിൽ അങ്ങനെ അല്ല പാസ്റ്റർ, അത് തെറ്റിപ്പോയി എന്ന് പറയുവാന്ന് വിചാരിച്ചോ. പ്രവാചകൻ എന്തായിരിക്കും പറയുന്നത്? എന്നോട് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഇതാണ് ഇന്നത്തെ ഒരു ലൈൻ. പക്ഷെ അങ്ങനെയല്ല ബൈബിളിലെ ലൈൻ. പ്രവചിക്കുന്നവൻ പ്രവചിക്കും, പ്രസംഗിക്കുന്നവൻ പ്രസംഗിക്കും. ഇതെല്ലാം കൂടെ ചേർന്ന് ആരാ വലിയവൻ? ആരുമില്ല. മൂപ്പന്മാരുണ്ട് സഭയില്, അഡ്മിനിസ്ട്രേഷൻ നടത്താൻ, ഡിസിപ്ലിൻ നടത്താൻ, പരിപാലകനുണ്ട്, ഇടയനുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ കർത്താവിന് മുമ്പിലുള്ള സ്റ്റാൻഡ് വെച്ച് നോക്കിയാൽ ഭരിക്കാനോ ഭരിക്കപ്പെടാനോ ആരുമില്ല. അത് ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെവിടെ നടത്തേണ്ടത്. നമുക്ക് പരിപാലകരുണ്ടാകണം, പക്ഷെ ഭരണകർത്താക്കളില്ല. ഓക്കെ, അടുത്ത വാക്യം എന്തൊക്കെയാണ് ഈ കൃപാവരങ്ങളുടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഓരോ അവയവങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത്? അതുപോലെ 5-ാം വാക്യം, അതുപോലെ പലരായ നാം ക്രിസ്തുവിന്റെ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാവുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ,
ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. ഇതൊക്കെ കൃപാവരങ്ങളാകട്ടോ. ഇതൊക്കെ കൃപാവരങ്ങളാണെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് നമ്മുടെ ഇഷ്ടം പോലെ. ഉണ്ടോ ഇല്ലയോ? എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. കൃപാവരം കാണുകയില്ല, ആത്മാവിൽ നിന്ന് വന്നിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മുടെ ജഡത്തിൽ തന്നെ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഇതിന്റെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഓൾസെയിൽ വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ദാനം ചെയ്യുന്നവൻ അത് ഏകാഗ്രതയോടെ ആയിരിക്കില്ല, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ ആയിരിക്കില്ല, കരുണ ചെയ്യുന്ന പ്രസന്നതയോടെ ആയിരിക്കില്ല. അതിന്റെ കൂടെയുള്ള ആ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കൃപാവരമല്ലെങ്കിൽ, കൃപാവരമാണെങ്കിൽ അതിന് ക്രിസ്തുവിന്റെ ക്യാരക്ടറിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. ശുശ്രൂഷയിൽ ആ സെർവന്റുഡ് ഉണ്ടാവും, ഉത്സാഹം ഉണ്ടാവും, മടുക്കില്ല, പ്രസംഗിച്ച് മടുക്കില്ല, ശുശ്രൂഷിച്ച് മടുക്കില്ല, സുവിശേഷം പറഞ്ഞ് മടുക്കില്ല. ആത്മാവാണ് തരുന്നതെങ്കിൽ. പക്ഷെ ജഡത്തിലാണെങ്കിൽ എല്ലാം മടുക്കും, പെട്ടെന്ന് മടുക്കും. ഞാൻ ഇത് ഈ ഉത്സാഹമില്ലായ്മ ഞാൻ ഒരിക്കൽ 1-2 പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഓഡിയൻസ് ഇല്ലാതെ സംസാരിക്കാൻ ഭയങ്കര പാടാണ്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയണം, മനസ്സിലാവുന്നുണ്ടോന്ന് അറിയണം, എഗ്രി ചെയ്യുന്നുണ്ടോന്ന് അറിയണം, എവിടെയെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൂടുതൽ വേണോന്ന് അറിയണം. അപ്പൊ എപ്പോഴും ഞാൻ നിങ്ങളെ നോക്കി നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രസംഗിക്കുന്നവനാണെങ്കിലും പ്രവചിക്കുന്നവനാണെങ്കിലും പ്രബോധിപ്പിക്കുന്നവനാണെങ്കിലും ഇതെല്ലാം മനുഷ്യരുടെ മുമ്പിൽ ദൈവം ആ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി തരുന്ന ഓരോ കൃപാവരങ്ങളും അതാതിന്റെ തലത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നു? സഭയ്ക്ക് ഓരോ അവയവങ്ങൾക്കും കൃപാവരം കൊടുക്കുന്നു. ഈ കൃപാവരങ്ങളെല്ലാം തമ്മിൽ അവയവങ്ങളായിട്ടാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അതുകൊണ്ട് ഉത്സാഹത്തോടെ. ഞാൻ ഒരു ദിവസം ഒരു ചർച്ചിൽ രാവിലെ പ്രസംഗിക്കുകയാണ്. രാവിലെ 6:45 7 മണിക്കാണ് ചർച്ച്, 7 തൊട്ട് 9 വരെ. 9 മണിക്ക് ആ ചർച്ച് കഴിഞ്ഞാൽ 9:45 ആകുമ്പോഴേക്കും 10 മണിക്കുള്ളിൽ അവിടെ നിന്ന് 30 കിലോമീറ്റർ ചർച്ചിലെത്തണം. 10:15 എത്തുള്ളൂ. അത് കഴിഞ്ഞ് 3:30 വേറൊരു ചർച്ചിൽ പോകണം. പിന്നെ വൈകിട്ട് 7 മണിക്ക് പോകണം. ഞാനിങ്ങനെ ശനിയാഴ്ച വൈകിട്ട് ആലോചിക്കാം, എന്റെ ദൈവമേ, കാർ ഓടിച്ച് അവിടെ വരെ, അവിടെ നിന്ന് ഇവിടെ വരെ, ഇവിടെ നിന്ന് അവിടെ വരെ, എന്റെ ദൈവമേ, എനിക്ക് ഇതിനെ പറ്റുമോ? ഒരെണ്ണം വേണേ കട്ട് ചെയ്തേക്കാൻ. ഉത്സാഹമില്ല. ഇപ്പൊ രാവിലെ ഞാനിങ്ങനെ ആലോചിക്കാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഞാൻ ഓർത്തു, രാവിലെ എഴുന്നേറ്റപ്പം എന്റെ മനസ്സിലേക്ക് കർത്താവ് പറഞ്ഞൊരു വാക്യം ഉണ്ടായിരുന്നു. ഒരു വാക്ക്, അലസതയോടെ ദൈവവേല ചെയ്തത്. പിന്നെ എനിക്ക് മനസ്സിലായത് ബോറടിക്കും സ്റ്റേജിൽ നിൽക്കുമ്പോൾ. ചിലപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബോറടിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ്. എനിക്ക് എങ്ങനെയെങ്കിലും പിന്നെ തീർത്താൽ മതി, കാരണം ആൾക്കാർ കേൾക്കുന്നില്ല. Because it's a communication, it's a burden. അപ്പൊ ആൾക്കാർ കേൾക്കുന്നില്ല എന്ന് വരുമ്പോൾ എനിക്ക് ടയർഡ്നെസ് തോന്നും. എന്ത് ചെയ്യും കർത്താവ് എന്നൊരു വേദന തോന്നും, മടുപ്പ്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. അന്ന് ലൈവ് ഓഡിയൻസിന് മുമ്പ് എനിക്ക് മടുപ്പ്. ഇപ്പൊ ഞാൻ കർത്താവിനെ പ്രവർത്തിച്ചു, എന്റെ കർത്താവെ, നിന്റെ കൃപ ഉത്സാഹത്തോടെ പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കണം. ഇഫ് ഹോളി സ്പിരിറ്റ് ഈസ് ഗിവിംഗ് ഇറ്റ് ടു മീ, അവിടെ ഉത്സാഹം കുറയാൻ പാടില്ല. പിന്നെ ഗോഡ് സേവ് മീ ഫ്രം ദെയർ, സേവ്ഡ് മീ ഫ്രം. ഇതെല്ലാം കർത്താവ് നമുക്ക് കാണിച്ചു തരും. എവിടെയെല്ലാമാണ് വീഴുന്നത്, വീഴാൻ സാധ്യതയുള്ളത്, എവിടെയെല്ലാമാണ് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടത്, ഇടപാടുകളിൽ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്. അപ്പൊ പത്യോപദേശം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഗോഡ് സ്പീക്കിംഗ് ടു ഹ്യൂമൻ ബീങ്സ്. അതുകൊണ്ട് നിങ്ങൾ റോമാലേഖനം ഒന്നുകൂടെ വായിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, ജീവനായത് മാറുകയാണെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നമ്മളോട് വളരെ ആഴമായിട്ട് സംസാരിക്കും. ആ വചനം നമ്മൾ ഹൃദയസ്ഥമാക്കിയാൽ നമ്മൾ വരുന്ന വഴിയിലും എല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും, അരുളപ്പാടുകൾ കേൾക്കാൻ പറ്റും. ഞാൻ ഒത്തിരി പ്രാവശ്യം കർത്താവിന്റെ ശബ്ദം 2 പ്രാവശ്യം കർത്താവിന്റെ ശബ്ദമായിട്ട് അശരീരിയായിട്ട് കേട്ടിട്ടുള്ളെങ്കിലും അവന്റെ ആത്മാവ് നമ്മളെ നിർബന്ധിക്കുന്നതും ക്രിസ്തുവിന്റെ ഒരു ചിന്ത കൊണ്ടുവരുന്നതൊക്കെ വളരെ അത്ഭുതകരമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. So we all need that communication to God. ആ ആത്മാവിന് മാത്രമേ ക്രിസ്തു എങ്ങനെ ജീവിച്ചു എന്നുള്ള ജീവിതത്തിലേക്ക് നമ്മളെ നടത്താനും ആ ജീവൻ എന്താ നമുക്ക് വെളിപ്പെടുത്തി തരാനും കഴിയുള്ളൂ.
കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. കരുണ ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? കുറെ കരുണ ചെയ്ത് കഴിയുമ്പം അയാൾ വലിയ ചാരിറ്റി പ്രവർത്തകനാണ്, പിന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങും. ഞങ്ങളുടെ ചർച്ചിൽ ഒരു പെൺകുട്ടി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ആഗ്രഹം, ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങണം. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോജക്റ്റ്, അവസാനത്തെ വർഷത്തെ പ്രോജക്റ്റ് ഈ പ്രായമായവർക്കും വയ്യാത്തവർക്കുമുള്ള ഒരു ഓർഫനേജ് തുടങ്ങുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതിന് പറ്റിയ മോഡിഫിക്കേഷൻസ് കൂടിയുള്ള ഒരു പ്ലാൻ വരയ്ക്കാനായിരുന്നു. അപ്പൊ ഇവർ അതിനു വേണ്ടി ഒത്തിരി ഓർഫനേജുകളൊക്കെ നല്ലതുപോലെ നടക്കുന്ന ഒത്തിരി ഓർഫനുകളൊക്കെ പോയി കണ്ടപ്പോൾ അവിടുത്തെ അമ്മമാര് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര കരുണ തോന്നി. അവർ വിചാരിച്ച മക്കളെ കാത്തിരിക്കുക അപ്പനമ്മമാര്. മക്കള് വരില്ല എന്നുള്ള അപ്പനന്മാർക്ക് അറിയത്തില്ല. അവരിനി വരത്തില്ല എന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ട്. ദൂരെങ്ങാണ്ടൊക്കെയാണ്. ഈ അമ്മമാര് കണ്ണീരുമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ ഈ കൊച്ചിന് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു സാക്ഷ്യം വന്ന് പറഞ്ഞു, നമുക്ക് ഇവർ ആ അമ്മമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എന്താ പ്രശ്നം എന്നറിയോ? അവർക്ക് നിങ്ങൾ ചെന്ന് കഞ്ഞി കൊടുത്താൽ ഒന്നും സന്തോഷമാവത്തില്ല. അവരുടെ മക്കള് തന്നെ വരണം, അല്ലേ? മക്കള് തന്നെ വരണ്ടേ? ആ സന്തോഷം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളിപ്പൊ കഞ്ഞി കൊടുക്കുന്നതിനേക്കാളും നല്ലപോലെ ഇപ്പൊ നടത്തുന്നവര് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തോന്നുവാണ് ഞങ്ങളെങ്കിലും അങ്ങ് ഇടപെട്ടാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനൊന്നും ഇല്ല കേട്ടോ. കാരണം ഈ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് മാത്രമല്ല, സ്വന്തം അപ്പനും അമ്മയും പ്രായമാകുമ്പോൾ അവരെന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചാൽ ക്ഷമിക്കാൻ പറ്റാത്ത മക്കളാണ് എവിടെയോ കിടക്കുന്ന അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ സഹായിക്കാൻ പോകുന്നത്. ഒരു ദിവസം 2 ദിവസമൊക്കെ ആ ചാരിറ്റി ചെയ്യുന്നതിന്റെ, കരുണ ചെയ്യുന്നതിന്റെ ഗമയ്ക്ക് ചിലപ്പോൾ തുണി വരെ ഇളക്കി കൊടുക്കും. കുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറയുന്ന പോലെ 2 ആഴ്ച കഴിയുമ്പോൾ മടുക്കും. അന്നേരം ആ അമ്മച്ചി എന്തിനാ അങ്ങനെ നോക്കിയത്? അമ്മച്ചിക്ക് അത്രയും ചെയ്തു കൊടുത്തിട്ട് അമ്മച്ചിക്ക് ഒരു പുച്ഛം എന്നാവും. അത് നമ്മൾ മനുഷ്യനാണ്, വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്. അപ്പൊ കരുണ ചെയ്യാൻ വരവുള്ളവർ അങ്ങനെയല്ല, അവർ ഭയങ്കര എക്സാമ്പിൾസ് ആണ് നമുക്ക്. വി വിൽ ബി ഷോക്ക്ഡ് ബൈ വാട്ട് ദേ ആർ ഡൂയിങ്. മടുക്കില്ല. അവരുടെ ജീവിതം അതിന്റെ പുറകെ. ഞങ്ങൾക്കൊരു സഹോദരനുണ്ട്, ആർക്ക് നന്മ ചെയ്യേണ്ടൂ എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി ചുറ്റി തിരിഞ്ഞ് നടക്കുക. വഴി കിടന്ന് ആരെ കണ്ടാലും എടുത്ത് വിളിച്ചുകൊണ്ട്. കൃപാവരോ. പാസ്റ്റർമാർ പറയും മണ്ടത്തരം കാണിക്കല്ലേ, എന്താ ഒരു പ്രയോഗിക്കുന്നത്, പരിജ്ഞാനം. അതെ, പരിജ്ഞാനം. നമ്മുടെ ഈ കാര്യങ്ങളിലൊന്നും പരിജ്ഞാനമില്ലാതെ ഇടപെടരുത്. കേട്ടിട്ടുണ്ടോ? കൃപാവരമാണ് സഹോദരങ്ങളെ അത്. യു ഹാവ് ടു സപ്പോർട്ട് ഇറ്റ്. നിങ്ങൾക്ക് ആ കൃപാവരമില്ല, പക്ഷെ യു ഗോ ആൻഡ് സപ്പോർട്ട് ദാറ്റ് ബ്രദർ ബിക്കോസ് ഹി ഈസ് ഷോയിങ് ക്രൈസ്റ്റ്. സഭയിൽ 1 or 2 സ്റ്റൈലിലല്ല സഭയിലെ കൃപാവരങ്ങൾ. ഓരോ അവയവങ്ങൾക്കും ഓരോ തരത്തിലെ കൃപാവരങ്ങളുടെ വിതരണത്തിലാണ് സഭ സ്ട്രോങ് ആകുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ നമ്മുടെ ചർച്ചയിൽ പല ആൾക്കാരും ഉണ്ട്, തളർന്നു കിടക്കുന്ന ആൾക്കാരെ വീട്ടിൽ പോകുന്നു, അവരെ സഹായിക്കുന്നു, അവരെ എടുത്ത് കിടക്കുന്നു, കുളിപ്പിക്കുന്നു. ഓ, ഞാനോട് പറയും നമ്മുടെ പിള്ളേരെ കുളിച്ചുകൊണ്ട് പോകും. ലെറ്റ് ദം ഓൾസോ ലേൺ. ഒരുപക്ഷെ അത് കാണുമ്പോഴായിരിക്കും അവരുടെ ഉള്ളിലുള്ള കൃപയുടെ വരം ജ്വലിക്കുന്നത്. വി ഡോണ്ട് നോ. പ്രിയ സഹോദരങ്ങളെ, എല്ലാ കൃപാവരങ്ങളോടും നമ്മൾ ഓപ്പൺ ആയിരിക്കണം. നമുക്ക് അന്യഭാഷ പറഞ്ഞാൽ പോലെ ദൈവത്തിന്റെ സഭ എല്ലാ കൃപാവരങ്ങളാലും നിറയണം. സ്പെക്ടാക്കുലർ ഗിഫ്റ്റിനേക്കാളും അന്യഭാഷ പ്രവചനം പോലുള്ള വമ്പൻ ഗിഫ്റ്റുകളെക്കാളും കോമൺ ലൈഫിൽ ക്രിസ്തുവിന്റെ ജീവൻ പ്രതിഫലിപ്പിക്കാനുള്ള പരിജ്ഞാനത്തിന്റെ ദാനങ്ങൾ, സഹായിക്കാനുള്ള വരം, വിശ്വസിക്കാനുള്ള വരം, പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും കൃപാവരങ്ങൾ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എല്ലാവർക്കും. മറ്റു വരങ്ങൾ ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല, ഇതിലും ശ്രേഷ്ഠമായതുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. സോ സംതിങ് ഗ്രേറ്റർ ദാൻ ദാറ്റ്. വി നീഡ് ടു സീ. ഈ ദൈവത്തിന്റെ കൃപാവരം ഉണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, വഴക്കുണ്ടാവില്ല. ആ കൃപാവരത്തിന്റെ പേരിൽ വഴക്കുണ്ടാവില്ല, ഉറപ്പാണ്. ചർച്ചിൽ ഒരാൾക്ക് പ്രവചനവരം കിട്ടി, ഒരാൾക്ക് ഉപദേഷ്ടാവിന്റെ വരം കിട്ടി, പിന്നെ പാസ്റ്റർക്ക് സ്വൈരമില്ല. പിന്നെ പാസ്റ്ററുടെ പ്രസംഗം ആർക്കും വേണ്ട, എല്ലാവർക്കും ഇയാളുടെ പ്രസംഗം മതി. അങ്ങനെയാണ് ഇതൊരു മത്സര കളമായിട്ട് മാറുന്നത്. സഹോദരങ്ങളെ, പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പരിപാലകനാണ്. അയാളൊരു ഭയങ്കര പ്രസംഗമൊന്നും ആവേണ്ട കാര്യമില്ല, പ്രവചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഓരോരോ കൃപാവരങ്ങളാണ്. ഒരു സഭയെ നടത്താൻ പാസ്റ്റർ ഗിഫ്റ്റാണ് വേണ്ടത്. ബട്ട് മറ്റ് ഗിഫ്റ്റുകൾ എവിടെ?
സത്യം പറഞ്ഞ ആത്മാവ് നമ്മുടെ ഇടന്ന് പിൻവാങ്ങിയ പോലുണ്ട്. എനിക്ക് നോക്കിയിട്ട് ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ ലുക്കിംഗ് ഇൻ ടു ദ സ്റ്റേറ്റ് ഓഫ് അവർ ചർച്ചസ്. റിയലി ഞാൻ വെറുതെ പറയുന്നില്ല. ഐ ഫീൽ ദാറ്റ് ബേർഡൻസ് ഓഫ് സാഡ്നെസ്. ഒന്നുമില്ല, അന്യഭാഷ മാത്രം. അത് നല്ലപോലെ ഡ്രം അടിക്കുമ്പോൾ കൺട്രോൾ എങ്ങാനും തെറ്റിയ അന്യഭാഷ, അതിന്റെ കൂടെ വേറെ ഒന്നുമില്ല. എന്താ ഇല്ലാത്ത? ബിക്കോസ് വി ഹാവ് ഗോൺ ഡ്രൈ. ആത്മാവിന്റെ ചലനങ്ങളൊന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ വാണിംഗ് ആണ്. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ കൃപാവരങ്ങളും സഭയിൽ തികഞ്ഞാണ്. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ദൈവമേ, നിന്റെ കൃപാവരങ്ങൾ ഓരോരുത്തർക്കായിട്ട് സഭയിൽ നിറച്ച്. ഞങ്ങൾ ചർച്ചിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആർക്കെങ്കിലും പ്രവചനമോ അരുളപ്പാടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, കറക്റ്റായിട്ട് ശോധന ചെയ്തിരിക്കും ഇടയന്മാർ, മൂപ്പന്മാർ. വി നീഡ് ഓൾ ദോസ് ഗിഫ്റ്റ്സ്. അങ്ങനെയാണ് കർത്താവ് അവന്റെ സഭയെ അണിയിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ചോദിക്കണം, കർത്താവ് ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ചോദിക്കണം, കർത്താവെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന കൃപാവരങ്ങൾ, അല്ല അമേരിക്കയിലോട്ട് കൊണ്ടുപോകുന്ന കൃപാവരങ്ങളല്ല. എന്നോടൊരു സഹോദരൻ പറഞ്ഞ ഒരു പാസ്റ്റർ പ്രവചിച്ചാണ്, നിങ്ങളുടെ ശുശ്രൂഷ വലിയ ശുശ്രൂഷയായിട്ട് മാറും. നിങ്ങൾ എയറോപ്ലെയിനെ ഇറങ്ങാൻ പറ്റാത്ത ശുശ്രൂഷകൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രവചിച്ചതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ എനിക്കത് പ്രയാസമാവും. പുള്ളി പറഞ്ഞാൽ എന്താ? എയറോപ്ലെയിനിൽ ഇറങ്ങാത്ത ശുശ്രൂഷ എന്ത് ശുശ്രൂഷ? നമുക്ക് എയറോപ്ലെയിനിൽ ഇറങ്ങണ്ടേ? ഒന്ന് കുളിക്കണമെങ്കിൽ, പിള്ളേരെ കാണണേ, നീ പ്രസംഗിക്കണമെങ്കിൽ എയറോപ്ലെയിനിൽ ഇറങ്ങണ്ടേ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദയവായിട്ട് എന്നെ ഇത് കേൾപ്പിച്ച് മോഹിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ പറഞ്ഞ് ശരിയോ തെറ്റോ എന്നുള്ളതല്ല എന്റെ പ്രശ്നം. നിങ്ങൾ എനിക്ക് കാണിച്ചു തരുന്ന ബാബിലോണാണ്. മേ ബി ഇറ്റ് ഇസ് റൈറ്റ് ആയി എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ ആവത്തില്ല. പ്രവചനം ശരിയാന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ ആവില്ല കേട്ടോ. അതിന്റെ ഒരു ഭയങ്കര എക്സാമ്പിൾ ഞാൻ പറയാം. ഞെട്ടരുത്, ആരോടും പറയുകയും ചെയ്യരുത്, രഹസ്യമായിട്ട് കുഴപ്പമില്ല. ഒരു പ്രവാചകൻ, ഈ രണ്ട് പ്രവചനങ്ങളിൽ ഏതാണ് സൂപ്പർ പ്രവചനം? നിങ്ങളൊന്ന് പറയണേ. തകർപ്പൻ പ്രവചനം. നിങ്ങൾ പറയണ്ട, ചിന്തിച്ചാൽ മതി. പ്രവചനം നമ്പർ 1. ഇതൊരു IPC സഭയിൽ നടന്ന പ്രവചനം. ഇപ്പൊ ഞാൻ ആ പാസ്റ്ററായിട്ടോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ ചോദിച്ചു, പ്രവാചകന്മാരെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷെ അതല്ല ഇപ്പോഴത്തെ പ്രവാചകൻ. ഞാൻ പറഞ്ഞു, വലിയ അഭിപ്രായമില്ല. വിളിച്ചാൽ എന്താ? ഞാൻ ചോദിച്ചു, പാസ്റ്റർ അവസാനമായിട്ട് കേട്ട ഒരു നല്ല പ്രവചനം ഒന്ന് പറയാം. അപ്പൊ പുള്ളി പറഞ്ഞു, നമ്മുടെ ചർച്ചിൽ പാസ്റ്റർ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം ഒരു പ്രവാചകനായിരുന്നു. ഈ പ്രവാചകനല്ല, പുള്ളി പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിച്ചതിന്റെ കൂടെ പ്രവചിച്ചു. ഇപ്പൊ പ്രവചിച്ച കാര്യം ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, മോളെ നീ കുറെ നാളായിട്ട് വിഷമിച്ച് കരഞ്ഞ് ഒരു എക്സാമിനേഷന് തോറ്റ് ഭാരപ്പെട്ടിരിക്കുകയാണ്. നിനക്ക് ഈ പ്രാവശ്യം എക്സാമിനേഷനിൽ ദൈവം വിജയം തരും. നിന്റെ കണ്ണുനീര് മാറ്റി നിന്നെ ദൈവം സന്തോഷം അണിയിപ്പിക്കുകയാണ്. അതുകൊണ്ട് നീ കരയണ്ട, സന്തോഷിച്ചോളെ. പ്രവചിച്ചു. നിങ്ങൾക്കറിയാമോ, കുറെ നാളായിട്ട് ഈ കുട്ടി IELTS എക്സാം എഴുതി തോറ്റു മടുത്തിരിക്കുവായിരുന്നു. പിറ്റേ ദിവസം IELTS റിസൾട്ട് വന്നു, ആ കുട്ടി പാസ്സായി. എങ്ങനെയുണ്ട് പ്രവചനം? ഇത് പാസ്റ്റർമാരും പറഞ്ഞൊന്നുമല്ല, പുള്ളി ഒന്ന് പ്രവചിച്ചതാ. പാസ്റ്റർ അന്തം വിട്ടുപോയി. നല്ല കറക്റ്റ് ആയിരുന്നു. ആ കുട്ടിയാർ എഴുതി മടുത്തിരിക്കുവായിരുന്നു, കരഞ്ഞ് നിലവിളിച്ചിരിക്കുവായിരുന്നു. മിറാക്കുലസ് അല്ലെ? ഇനി വേറൊരു പ്രവചനം പറയാം. ഒരു പ്രവാചകൻ ഒരാളോട് പറയാണ്, നടന്ന കാര്യം, നിങ്ങൾ വളരെ സൂക്ഷിക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു അപകടം ഉണ്ടാകുന്നതായിട്ട് കണ്ടു. നിങ്ങളൊരു മരത്തിന്റെ മുകളിൽ നിന്ന് വീഴും. അതുപോലെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോലി നഷ്ടപ്പെടും, പക്ഷെ ദൈവം നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി തരും. അപ്പൊ ഈ പുള്ളി പറഞ്ഞു, രണ്ടാമത്തെ കാര്യം എനിക്ക് അറിയത്തില്ല, പക്ഷെ ആദ്യത്തെ കാര്യം നടക്കില്ല, ഞാൻ മരത്തിൽ നിന്ന് വീഴില്ല. പുള്ളി എന്താ? ഞാൻ ഇന്നേ ഒരു മരത്തിലും കയറിയിട്ടില്ല, എനിക്ക് ഒരു മരത്തിലും കയറാനും അറിയത്തില്ല. അപ്പൊ മരം കയറാൻ അറിയാൻ വയ്യാത്ത ഒരാൾ മരത്തിൽ നിന്ന് എന്തായാലും വീഴാൻ പോകുന്നു. ഇതുവരെ ഞാൻ ഒരു മരത്തിലും കയറിയിട്ടില്ല. അപ്പൊ ഈ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും മരത്തിൽ നിന്ന് വീണിരിക്കും. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇത് സംഭവിച്ചെന്നറിയോ?
വലിയ മഴ വന്നു. മഴ വന്നപ്പോൾ ഒരു മരം പിടർന്ന് വേറൊരു മരത്തിന്റെ മുകളിലോട്ട് പോയി ചാരിയിരുന്നു. അപ്പൊ ഇദ്ദേഹം അതിന്റെ മുകളിൽ കയറിയിരുന്നു സൂപ്പർവൈസിങ് വർക്ക് ചെയ്യാൻ വേണ്ടി. സൂപ്പർവൈസർ ആയിരുന്നു. ആ മരത്തിന്റെ മുകളിൽ നിന്ന് പുള്ളി വീണു. ഹോസ്പിറ്റലിലെ ജോലി പോയി. പിന്നെ ഗവൺമെന്റ് ജോലി കിട്ടുകയും ചെയ്തു. ഇതിലേതാ പ്രവചനം ഭയങ്കരമായി പോയത്? രണ്ടാമത്തെ അല്ലേ? ഇനി ഞാൻ നിങ്ങളുടെ രഹസ്യം പറയാം. ഈ രണ്ടാമത്തെ പ്രവചിച്ചൊരു പെന്തക്കോസ്തുകാരനല്ല, ഹിന്ദു. മരത്തിൽ നിന്ന് വീണത് എന്റെ അപ്പനാണ്. ഞെട്ടേണ്ടവരെല്ലാം ഞെട്ടിക്കഴിഞ്ഞെങ്കിൽ ഇനി ബാക്കി പറയാം. ഒരു പ്രവചനം സത്യമാണെന്ന് വിചാരിച്ച് ദൈവത്തിന്റെ ആണെന്ന് വിശ്വസിക്കരുത്. നോ, അതിൽ ക്രിസ്തുവിന്റെ തേജസ്സിലേക്കുള്ള ഒരു മോഹം നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് ഫ്രം ഗോഡ്. യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നില്ല, അത് സത്യമാണെങ്കിലും യൂസ്ലെസ് ടു യു, യൂസ്ലെസ്. നിങ്ങളൊരു പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കർത്താവേ നിന്റെ തേജസ്സിലേക്ക് എന്നെ എപ്പോ എടുക്കുമോ, നീ എപ്പോ വരും, അതെപ്പോ എനിക്ക് ലഭിക്കും, ഇതല്ലാതെ കർത്താവേ ഞങ്ങളുടെ വിടുതൽ അടുത്ത വർഷമെങ്കിലും വരുമോ എന്നാ ചോദിക്കുന്നതെങ്കിൽ യു ആർ ഇൻ ട്രബിൾ. നിങ്ങൾ ഉയർത്തി എന്നുള്ളൊരു മെസ്സേജ് അല്ല കേൾക്കുന്നത്. എന്ന് കരുതി സുവിശേഷത്തിൽ ആശ്വാസം ഇല്ലെന്നല്ല, ആശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോ പ്രസംഗിച്ചാലും അതിന്റെ മെയിൻ ത്രസ്റ്റ്, ശുശ്രൂഷയുടെ മെയിൻ ത്രസ്റ്റ് ഉയരത്തിലേക്ക് തന്നെ എത്തണം. ബിക്കോസ് ഇത് ഈ ലോകത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല സുവിശേഷം. ഏത് ശുശ്രൂഷയാണെങ്കിലും വിവേചിക്കപ്പെടണം. ബൈ വിച്ച് സ്പിരിറ്റ്? ഞാൻ ഒരു പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഒത്തിരി പുകഴ്ത്തി പ്രവചിക്കും ഇവര്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഇതിൽ താല്പര്യമൊന്നുമില്ല. അപ്പൊ പുള്ളിക്ക് ഞാൻ പറഞ്ഞു ലോകത്തിന്റെ കാര്യം നിങ്ങൾ പറയുന്നത്, സംഗതി ശരിയാവുക, ഇൻട്രസ്റ്റഡ്. അപ്പൊ പുള്ളി എന്നോട് പറയാ, അതെ മാസ്റ്ററെ എനിക്ക് പ്രവചിക്കുമ്പോൾ ഇതെല്ലാം സത്യമായിട്ട് വരുന്നുണ്ട്, പക്ഷെ ഇത് മാസ്റ്റർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ ചിന്തിച്ചത് ലോകത്തിന്റെ ആണല്ലോ, അപ്പൊ ഞാൻ ഏത് ആത്മാവില്ല ഇത് പറയും? ആ പ്രവാചകൻ എന്നോട് പറയുക. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? ഉള്ളില് തോന്നി. പ്രവചനം ഇപ്പൊ തന്നെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ നിർത്തി. ഇപ്പൊ അദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കുക അഭിമാനത്തോടെ. കാരണം ഇല്ലായിരുന്നു. ദാറ്റ് വാസ് എ ഹാലൂസിനേഷൻ. കർത്താവിന്റെ പ്രവചനം അങ്ങനൊന്നും അല്ല. കേട്ടാൽ നമ്മുടെ ഹൃദയം അടിച്ചു പോകും, അത്ര പവർഫുള്ളാണ്. ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യമാണോ സഹോദരങ്ങളെ? എനിക്കത് മനസ്സിലാവുന്നില്ല. ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റും? സോ ഗോഡ് സെഡ് എന്ന് പറയുമ്പോഴേക്കും അവന്റെ നാമം വൃഥ എടുക്കരുത്. വി ഷുഡ് ബി സീരിയസ് അബൌട്ട് ഇറ്റ്. അതനുസരിച്ചേ പറ്റൂ. അത് ക്രിസ്തുവിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ആ ശുശ്രൂഷകൾ യേശു എന്ന ശരീരത്തിന് ചേരുന്നതല്ല, അതിന്റെ കെട്ടുപണിക്കല്ല ആ പരിപാടികൾ. ഓക്കെ, അപ്പൊ അടുത്ത വാക്യത്തിലേക്ക് വരാം. നമ്മളിത് ഓക്കെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ഇതെല്ലാം ഭയങ്കര പാടാ കേട്ടോ. നമ്മൾ ഇതുവരെയുള്ള പത്യോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രബോധനങ്ങളെ കേട്ടു നോക്കി ഭയങ്കര പാടാ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. അതിനകത്ത് നിങ്ങൾ ഒരാളെ കാണുമ്പം പറയാം, എന്റെ ബ്രദറെ എത്ര നാളായി കണ്ടിട്ട്, എന്തായിരുന്നു, എവിടെയായിരുന്നു? ഞാൻ എപ്പോഴും ആലോചിക്കും, ബ്രദർ എവിടെ പോയി എപ്പോഴും ആലോചിക്കോ? ഇല്ല. അത്ര സ്നേഹമാണോ ഈ പറഞ്ഞ? അത്രയില്ല. പക്ഷെ നമ്മൾ അതിനകത്ത് ഒരു ഇത്തിരി വ്യാജം കലർത്തിയാണ് ജീവിച്ചു പോകുന്നത്. നിങ്ങൾ അങ്ങനെ അല്ലായിരിക്കും അല്ലേ? ഒരു 70% കാണുള്ളൂ നമ്മൾ പറയുന്നതിന്റെ. അത്രയെങ്കിലും ഉണ്ടെങ്കിൽ ഭാഗ്യം. അപ്പൊ ഇതെല്ലാം നിർവ്യാജമായിരിക്കാന്ന് പറയുമ്പോൾ നീതി എന്റെ അല്ല, കർത്താവിന്റെ ആയി. കർത്താവ് എന്നിൽ വസിച്ചാലേ നടക്കുള്ളൂ. അതുപോലെ അതിഥി സൽക്കാരം ആചരിക്കുക. നമുക്ക് ബന്ധപ്പെട്ടുള്ളവരെയും പരിചയമുള്ളവരെയും പാസ്റ്ററേയും നമ്മുടെ സഭയിലെ ആൾക്കാരെയും ഉന്നതരായ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെയൊക്കെ നമുക്കൊന്ന് എന്താ പറയുന്നത്, ആഹാരം കൊടുത്ത് മേടിച്ചു നമുക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും അല്ലേ? ഇപ്പൊ മുഖ്യമന്ത്രിയോ മന്ത്രിമാരാരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കാൻ നമ്മൾ ഭയങ്കര അതിഥി സൽക്കാരികളായിരിക്കും. നമ്മൾ ലോകത്തുള്ള സകല സാധനം ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ വഴിയെ പോകുന്ന ഒരു അഗതി വന്നാൽ ചെയ്യുവോ? അത് കൃപാപരമല്ല. മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ പാടെന്താന്ന്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാവപ്പെട്ടവരെ അപ്പനമ്മമാരെ നോക്കുന്ന. ഞാൻ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വിളിയുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ? ഓർഫനേജ് തുടങ്ങില്ല.
എവിടെന്നെങ്കിലും 2-3 അപ്പനന്മാർ നിങ്ങളുടെ വീട്ടിൽ കാണും. അതാ കൃപാവരം എന്ന് പറയുന്നത്. അത് ഉള്ളിലുണ്ട്, അത് കത്തുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പൈസ വന്നാലും ബോർഡ് ഉണ്ടായാലും ഇല്ലെങ്കിലും കൃപാവരം അകത്തുനിന്ന് വരുന്നതാ, നമ്മൾ വെളിയിൽ പണിയുന്നതല്ല. നീ കുഷ്ഠരോഗികളുടെ ഒരു വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? കുഷ്ഠരോഗികളെ പോയി ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് നോക്ക്, വർക്ക് ചെയ്യാൻ വരമുണ്ടോ എന്ന് അന്നേരം മനസ്സിലാവും. HIV കാരുടെ വർക്ക് ചെയ്യണമെന്ന് വിളി വന്നോ? വിളി വന്നെങ്കിലും HIV കാരനെ പോയി കെട്ടിപ്പിടിച്ചാലൊന്നും പകരമൊന്നുമില്ല. സ്നേഹിച്ച് അവന്റെ കൂടെ ഒരു ആഹാരം കഴിച്ച് വിളി ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വിളിയല്ലത്, അത് മനുഷ്യന്റെ പ്രാണൻ കാണിക്കുന്ന കളികളാണ്. അപ്പൊ കൃപാവരമായിട്ട് വരുന്നതും നമ്മളിൽ ഉണ്ടാകുന്ന ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ തിരിച്ചറിയണം. സഹായം ചെയ്യാനുള്ള വരം, സഹായം ചെയ്ത ശേഷം സഹായിക്കാനുള്ള വരം നല്ല രസമുള്ളൊരു വരവാണ്. ഇപ്പം ഞാൻ നിങ്ങളോട്, അല്ലെ ഞാൻ നിങ്ങളെ കുറച്ച് പൈസ തന്ന് സഹായിക്കാന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ഒരാൾക്ക് പൈസ തന്ന് സഹായിക്കാം, ഭയങ്കര പ്രയാസത്തിലായിരുന്നു, സഹായിക്കാനുള്ള വരം. ഒത്തിരി പേർക്ക് ഞാൻ ഇങ്ങനെ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോട്ടോ, വിചാരിച്ചാൽ മതി. അപ്പൊ ഈ എന്റെ ഉള്ളിൽ ചിന്തിക്കോ, ഇത്ര ആരും കൊടുക്കുന്നില്ലായിരിക്കും, അവനെ ഇത്രയെ സപ്പോർട്ട് ചെയ്ത് ഞാനാ എന്നൊക്കെ എന്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അത് കൃപാവരമല്ല, അതെന്റെ പ്രാണനാണ്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കൃപാവരം എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് പകർത്തപ്പെടുന്നതിന്റെ ഭാഗമാണ്. അത് ആത്മാവിൽ നിന്ന് വരുന്നതാണ്. ദാറ്റ്സ് ഡിഫറെന്റ് ഫ്രം വാട്ട് വി സീ ഇൻ ദിസ് വേൾഡ്. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകൂല. ചില ആൾക്കാർ പറയല്ലേ, നന്മ ചെയ്ത് എല്ലാ കുഴപ്പത്തിലേ വന്നിട്ടുള്ളൂ ബ്രദറെ, ആർക്ക് നന്മ ചെയ്താലും അത് തോറ്റു പോവാ. കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആയിരുന്നു കർത്താവ്, എല്ലാവർക്കും നന്മ ചെയ്തേ, അവസാനം എല്ലാവരും കൂടെ ക്രൂശിൽ തറയ്ക്കുക ചെയ്തത്. മടുത്തു പോയില്ല കർത്താവ്, സ്നേഹിച്ച് മടുത്തില്ല. ആത്മാവിന്റെ എല്ലാ കൃപാവരങ്ങളും ഞാൻ പ്രസംഗിച്ച് മടുക്കാറില്ല, കാരണം അത് കൃപാവരമാണ്. ഇടയ്ക്ക് മടുത്ത കാര്യം ഞാൻ പറഞ്ഞു, പക്ഷെ അത് ഒക്കേഷനിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ജനറലി ഒരു ദിവസം നോക്കുമ്പോൾ 2-3 പ്രസംഗം ഉണ്ട്. ഉള്ളിൽ ചിലപ്പോൾ തോന്നും വായിൽ വെള്ളം പറ്റും, കഴുത്തിന് വേദന എടുക്കും, തൊണ്ടയ്ക്ക് അസ്വസ്ഥത ഉണ്ടാവും, ഒക്കെ ശരിയാ. പക്ഷെ അത്രയും സംസാരിക്കാൻ പറ്റുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ദാറ്റ്സ് എ ഗിഫ്റ്റ്. അപ്പൊ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് എന്താണ്, അതിന് നമുക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. അത് സഭയിലെ ഓരോ അവയവങ്ങൾക്കും അങ്ങനെ ഗിഫ്റ്റുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ that church will be a beautiful church. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ക്രിസ്തു തലയായ അനേകം കൃപാവരങ്ങളാൽ നിറഞ്ഞ, മടുത്തു പോകാതെ നന്മ ചെയ്യുന്നവരുള്ള, സ്നേഹിക്കുന്നവരുള്ള, കരുണ കാണിക്കുന്നവരുള്ള, എല്ലാവർക്കും വേണം അതൊക്കെ. പക്ഷെ ചിലരിൽ അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വിശ്വാസം എല്ലാവർക്കും വേണം, പക്ഷെ വിശ്വസിക്കാനുള്ള വരം എന്ന് പറഞ്ഞ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് തീയുടെ നടുവിൽ പോയാലും ഒരു ചിരിച്ചോണ്ട് പോകും. ഭയങ്കര കൃപയാ ദൈവം കൊടുക്കുന്നതാണ്. പണ്ടൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ അങ്ങനെ പോകുന്നു, പിന്നെ കർത്താവിനോട് പറഞ്ഞില്ല, നീ അങ്ങനൊന്നും പോവില്ല, ഞാൻ നിന്നോട് സഹായിച്ചാൽ മാത്രം നിനക്ക് പോകാൻ പറ്റൂ, കൃപയാ. ഓക്കെ, അപ്പൊ സഭയ്ക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ പൗലോസ് റോമാലേഖനത്തിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്. ഹൗ ദ ചർച്ച് ഷാൽ പ്രൊസീഡ്. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഫുൾ റിഫ്ലക്ഷനായി മാറാൻ വേണ്ടി, ആ ഫുൾ തേജസ് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി. ഒരു കാര്യം ഓർക്കണം, കൃപാവരം ദൈവത്തിൽ നിന്നുള്ളവരാണ്. അത് തീർച്ചയായിട്ടും സഭയിലെ ശുശ്രൂഷകർക്ക് കീഴടങ്ങിയതേ നടക്കുള്ളൂ. കലഹം ഉണ്ടാക്കുക, ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും കലഹം ഉണ്ടാക്കില്ല. ആൻഡ് ഇറ്റ്സ് എ സബ്മിസീവ് സ്പിരിറ്റ്. യേശുക്രിസ്തു താണിരുന്ന പോലെ കാത്തിരിക്കുന്ന, അനുസരിക്കുന്ന, തറുതല പറയാത്ത ഒരു സ്പിരിറ്റ്, ഒരു സ്പിരിച്വൽ ടെമ്പറമെന്റ്, അത് ഈ ആത്മാവിന്റെ കൃപാവരത്തിന്റെ കൂടെ വരേണ്ടതാണ്. നമ്മൾ ചിലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ കൃപാവരം ഉള്ളവർക്ക് ഭയങ്കര ദേഷ്യമാണ്. കണ്ടിട്ടുണ്ടത്? പ്രവാചകന്മാർക്ക് സ്റ്റേജിലോട്ട് കയറി എല്ലാവർക്കും ദേഷ്യമാണ്. അതൊന്നും നീ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ആവശ്യമില്ല. വി ആർ ഓൾ സെർവൻസ്. എനിക്ക് സാക്പുന്നൻ പറഞ്ഞൊരു കഥ വളരെ ഇഷ്ടപ്പെട്ടു. സാക്പുന്നൻ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ട്, അറിയാമോ, ബാംഗ്ലൂരിലെ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല, ചില പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് ഈസ് ഗുഡ് പ്രോഫറ്റ്. പക്ഷെ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ആരോട് യോജിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കും പുള്ളിയുടേതായ പ്രോബ്ലം. പുള്ളി ഒരു ദിവസം പറഞ്ഞ കഥ എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. പുള്ളി നേവിയിലെ ഉദ്യോഗസ്ഥനാണ്, നല്ല ഉയർന്ന ഉദ്യോഗസ്ഥൻ, ബട്ട് അഡ്മിറലൊക്കെ ആയി പോകാവുന്ന രീതിയിൽ മെയിൻ ആളായി മാറാവുന്ന ഒരാളായിരുന്നു, ഹൈ റാങ്കിങ് ഓഫീസറായിരുന്നു. പുള്ളി അത് രാജിവെച്ചിട്ടാണ് സുവിശേഷ വേലക്കാരൻ. സ്കൂട്ടറിനകത്ത് ബൈബിളൊക്കെ എഴുതി വെച്ച് നടന്ന് അലഞ്ഞിരിഞ്ഞ് നടന്ന് സുവിശേഷം പറഞ്ഞ ആളാണ്. കർത്താവിന് ഭയങ്കര പാഷനുള്ളതാണ്. അത് സഭ തുടങ്ങി ബാംഗ്ലൂരില്.
അപ്പൊ 10 മണിക്ക് വർഷിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും 10 മണിക്ക് കാണുകയില്ല. 10, 10:15, 10:30, ചിലർ 11 മണിക്കൊക്കെ വരും. പുള്ളിക്ക് അങ്ങ് ദേഷ്യം വരാൻ തുടങ്ങി. കാരണം എന്താ, പുള്ളി എവിടെ നിന്നാണ് വരുന്നത്? നേവിയിൽ നിന്ന്. നേവിയിൽ 7 മണി എന്ന് പറഞ്ഞാൽ 7 മണി ഷാർപ്പ് അവിടെ ആള് റെഡി ആയിരിക്കും. അങ്ങനെയല്ലേ? എല്ലാവരും പറയുന്നത് ഇന്ത്യയിലെ 3 സേനകളിൽ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നേവിയാണ്. എന്നാ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എന്റെ പിതാവ് ആർമിയിലായിരുന്നു. അപ്പൊ ഇദ്ദേഹം നോക്കിയപ്പോ ചർച്ചിൽ വരുന്ന ഒരു 10 മണിക്ക് വരേണ്ടവര് 10:45, 10:30. പുള്ളി അങ്ങ് ചൂടായിട്ട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് സ്കൂളില് രാവിലെ 5:30 ട്യൂഷന് പോകണമെങ്കിൽ 5 മണിക്ക് തന്നെ അവനെ തല്ലി എഴുന്നേപ്പിച്ച് ഉന്തി തള്ളി ആഹാരം ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് അവനെ പറഞ്ഞു വിടുന്നു. നിങ്ങൾ ട്രെയിനിന്റെ ടൈം തെറ്റാതെ അരമണിക്കൂർ മുമ്പ് അവിടെ ചെല്ലാൻ അറിയാവുന്ന നിങ്ങൾക്ക് ഓർത്തിരുന്നോണേ ഇതെല്ലാം. ചർച്ചിലെ മീറ്റിങ്ങിന് 10 മണിക്ക് എന്ന് പറയുമ്പോൾ 10:30 വരുന്ന ദൈവത്തോടുള്ള നിന്നയല്ലേ എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു. വൈകിട്ട് പ്രാർത്ഥിക്കാൻ നേരത്തെ കർത്താവിനോട് ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചു, നീ ആരാ? നീയാണോ യജമാനൻ? അപ്പൊ ഞാനാണോ യജമാനൻ? പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലായി തെറ്റുപറ്റി. പുള്ളി പിറ്റേ ദിവസം ഞായറാഴ്ച ചെന്ന് ചർച്ച പ്രസംഗിച്ച് എങ്ങനെയാണ്, ഞാൻ 9:30 മുതൽ ഇവിടെ കാണും. ഞാൻ ഇന്നലെ യജമാനെ പോലെ സംസാരിച്ച് എന്നോട് ക്ഷമിക്കണം. ഞാൻ 9:30 മുതൽ ദാസനെ പോലെ ഇവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് എല്ലാവരും കൃത്യസമയത്ത് വരാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ പ്രാക്ടീസ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു, ഒരിടത്തും പ്രാക്ടീസ് ചെയ്യണം എന്നല്ല, നമ്മുടെ ഇടയിൽ അങ്ങനെ ചെയ്യണം എന്നല്ലേ പറയാം. ഇറ്റ് വിൽ നോട്ട് വർക്ക് എനിവെയർ. എല്ലായിടത്തും അങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷെ ആറ്റിറ്റ്യൂഡ്, സെർവന്റ്ഹുഡ്, എല്ലാ ശുശ്രൂഷയിലും സെർവന്റ്ഹുഡും. ഈ കർത്താവിന്റെ കൃപാവരങ്ങളുടെ കൂടെ സെർവന്റ്ഹുഡ് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് കർത്താവിന്റെ അല്ല. അത് നമുക്ക് ഉറപ്പായിട്ടും പറയാം. കാരണം ആത്മാവ് ആദ്യം തരുന്ന ക്യാരക്ടർ, പിന്നെ കൃപ തരും. ഫസ്റ്റ് ക്യാരക്ടർ ആൻഡ് ദെൻ ഗ്രേസ്, ഗിഫ്റ്റ് ഓഫ് ഗ്രേസ്. ഓക്കെ, 9-ാം വാക്യം, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽപ്പിൻ. എന്നെ ബഹുമാനിച്ചെന്ന് ഒരിക്കലും ചോദിക്കരുത്, അവനെ ഞാൻ ബഹുമാനിച്ചെന്ന് മാത്രമേ ചോദിക്കാവുള്ളൂ. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്, അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് വൈ വി ക്യാൻ ഗോ ഫാസ്റ്റ്. ഓക്കെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരെ കർത്താവിനെ സേവിപ്പിൻ, ആശയിൽ സന്തോഷിപ്പിൻ. എന്താ നമ്മുടെ ആശ? കർത്താവിന്റെ തേജസ് നമ്മൾ ഒരു ദിവസം. റോമാലേഖനത്തിന്റെ പഠിപ്പിക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്, വി വിൽ വൺ ഡേ ബി ലൈക്ക് ക്രൈസ്റ്റ് ജീസസ് ബൈ ഗ്രേസ്. ഓക്കെ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. സഹിഷ്ണുത എന്നുള്ള വാക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, എപ്പോഴും പ്രാർത്ഥിക്കും, ഇടവിടാതെ പ്രാർത്ഥിക്കും. നടക്കുമോ? നടക്കും. എങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കർത്താവിനെ പോലാകാനുള്ള ഒരു ഞരക്കം ഉണ്ടായിരുന്നു. അതാലോചിച്ച് എനിക്ക്, ഒരു മനുഷ്യന്റെ മുമ്പ് എൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രാർത്ഥന, കർത്താവെ ഞാനല്ല നീ സംസാരിക്കും, കർത്താവ് നിന്റെ കൃപ എന്നിലൂടെ വരണം, നിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കണം. അങ്ങനെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. ശരിക്കും നമ്മുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുമ്പോൾ നമ്മളത് ജീവനായി വെളിപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് 12 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാവുന്ന കാര്യമേ ഉള്ളൂ. 14-ാം വാക്യം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ, സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും കരയുന്നവരുടെ കരയുകയും ചെയ്യുവിൻ, തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. അപ്പൊ നമ്മുടെ ചർച്ചിലെ എളിയവരെ ആരൊക്കെയാന്ന് ആദ്യം കണ്ടുപിടിക്കണം, അവരോട് അങ്ങ് ചേരണം. അതാണ് ശരിക്കുള്ള ഹംബിൾനെസ് എന്ന് പറയുന്നത്. പല ചർച്ചകളിലും പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. നല്ല ധനമുള്ളവരുണ്ടാവും, അവരെല്ലാം ഒരു ക്ലബ്ബായിരിക്കും. അവരച്ചായ അമ്മ മേ എന്നൊക്കെ വിളിച്ച് ഭയങ്കര കഥകളും, ബിസിനസിന്റെ കഥകളും, പിള്ളേരുടെ കഥകളും, വണ്ടി മേടിച്ച കാര്യവും, ഏത് വണ്ടിയാണ് നല്ലത്, ഏത് മൊബൈലാണ് നല്ലത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നവർക്ക് കോമൺ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ കാണും. എന്നാൽ അതേ സമയത്ത് ആ സഭയിലെ ഏറ്റവും എളിയവരായ ആൾക്കാരുണ്ടാവും. അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു വിഷയം ഉണ്ടായില്ല എന്ന് വരും. എന്താ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന കാര്യവും വീട്ടിൽ മാർബിൾ ഇടുന്ന കാര്യം ഒന്നും പറയാൻ അവരുടെ കാണുകയില്ല. അപ്പൊ അവരോട് എന്ത് പറയും? ഹംബിൾനെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ തപ്പിപ്പിടിക്കുക, അവരുടെ കൂടെ ചെയ്യുക. കുറെ കഴിയുമ്പോൾ നമ്മൾ ശരിയായിക്കോളും. അവർ ശരിയായില്ലെങ്കിലും നമ്മൾ ശരിയായി. ഒന്ന് ശ്രമിച്ചു നോക്കി എങ്ങനെ ഉണ്ടാവും. ഒത്തിരി കൾച്ചറൽ ബൗണ്ടറി നമുക്ക് ക്രോസ് ചെയ്യാനുണ്ട്. അപ്പൊ ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാണ്.
ഒരു ശരീരം. നമ്മളെ പോലെ ഉള്ളവരുടെ കൂട്ടായ്മ ആചരിക്കുന്നത് ആത്മീയമല്ല, അത് പ്രാണന, സോളാ. എന്റെ സോളിന്റെ ഇഷ്ടമാണ്, എന്റെ പ്രാണന്റെ ഇഷ്ടമാണ് എന്നെ പോലെ തന്നെ ഇരിക്കുന്നവരോടുള്ള സ്നേഹം. രണ്ടുപേരും ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം അത് ഫിലയോ അകപ്പയല്ല, അത് കൃപാവരമായി വരുന്നതല്ലത്. അത് എന്റെ പ്രാണന്റെ പ്രവണതയാണ്, പ്രാണന്റെ പ്രവണത പ്രകൃതത്തിൽ നിന്ന് വരുന്ന. ദാറ്റ്സ് നോട്ട് ഹോളി, ദാറ്റ്സ് നോട്ട് സാങ്ക്ടിഫൈഡ്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ലിമിറ്റേഷൻസ്, അത് യാക്കോബ് പറയുന്ന മോതിരം ഇട്ട് വരുന്ന ഒരുത്തനോട് പ്രത്യേക സ്നേഹം എന്ന് പറഞ്ഞാൽ പണം ഉള്ളവനോട് പ്രത്യേക സ്നേഹം. ആത്മാവിനല്ല. ബ്രദറേ എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര കെട്ടിപ്പിടിച്ചാൽ ദാറ്റ്സ് നോട്ട് ഫ്രം ദ സ്പിരിറ്റ്, ദാറ്റ്സ് ഫ്രം ദ സോൾ. നമുക്ക് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള അകപ്പ ഉണ്ടെങ്കിൽ നമ്മളെക്കാൾ എളിയവരുടെ അടുത്ത് ചെന്ന് ഒട്ടിപ്പിടിക്കാൻ പറ്റും. We can get into touch with them and stick with them. അതുകൊണ്ട് എളിയവരോട് ചേരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കാത്തവരായിട്ട് മാറുന്നത്. ബിക്കോസ് ദൈവം തെരഞ്ഞെടുത്തത് നമ്മൾ വലിയ മിടുക്കന്മാരായൊന്നും ആയതുകൊണ്ടല്ല, നമ്മൾ തകർക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധി നിൽക്കാൻ, അങ്ങനെ നിർത്തുവാൻ അവന് പറ്റും എന്നുള്ള ഉറപ്പാണ് അവൻ നമ്മളെ വിളിക്കാൻ ഇടയാക്കിയത്. ഓക്കെ, നമുക്കിത് അവസാനിപ്പിക്കാം ഈ വാക്യം. എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. എല്ലാം അറിയാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ഈ ബുദ്ധി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം. ബ്രദറെ, ബുദ്ധിയോടെയും പരിജ്ഞാനത്തോടെയും കൂടി ഇടപെടണം കേട്ടോ. കേട്ടിട്ടുണ്ടോ ഈ ഉപദേശം? വലിയ ബുദ്ധിയൊന്നും വേണ്ട. കാരണം ബുദ്ധിമാന്മാർക്ക് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ നിങ്ങളെ തല്ലുകയാണ്, ബുദ്ധി എന്തായിരിക്കും പറയുന്നത്? നല്ല ബുദ്ധിമാനാണ് എന്ത് ചെയ്യും? നല്ല ശക്തിമാനാണെങ്കിൽ എന്ത് ചെയ്യും നമുക്കറിയില്ല, രണ്ട് പൊട്ടിയിട്ട് തിരിച്ചു കൊടുക്കും. ബുദ്ധിമാനാണെങ്കിലോ എങ്ങനെയെങ്കിലും മുങ്ങും, അല്ലെ നാട്ടുകാരെ വിളിച്ചു കൊടുക്കും. ബുദ്ധി അല്ലേ? അങ്ങനെയല്ലേ ബുദ്ധിമാന്മാര് ചെയ്യുന്നത്? എന്നാൽ ആത്മാവുള്ളവർ എന്തായിരിക്കും ചെയ്യുന്നത്? വലിയ ബുദ്ധിയുള്ളവരെ എന്താ പ്രശ്നം അറിയാം? ആത്മാവിന്റെ വഴി നമുക്ക് കിട്ടുകയല്ല. വേറെ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഭയങ്കര പൈസയുടെ ഷോർട്ടേജ് ആണ്. ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? ബുദ്ധിമാനാണെങ്കിൽ എന്റെ വഴി അന്വേഷിക്കും അല്ലേ? ബുദ്ധി ഇല്ലെങ്കിലോ കർത്താവിന്റെ ചെയ്യും. കർത്താവേ, എനിക്ക് ഒരു വഴിയും കാണുന്നില്ല, എന്റെ ബുദ്ധി അടഞ്ഞു പോയതുപോലെ തോന്നുന്നു, എന്താ ചെയ്യേണ്ട കർത്താവേ? കർത്താവേ, നീ എന്നെ സഹായിക്കണമേ. ബുദ്ധി കൂടി എന്താ പ്രശ്നം? ഈ കർത്താവ് സഹായിക്കുന്നുള്ള വഴി നമുക്ക് തുറന്നു കിട്ടുകയല്ല. സുഹൃത്തുക്കളെ ഫോൺ ചെയ്തിരിക്കും, ആ ബ്രദറെ കുറച്ച് പൈസ ഉണ്ടോ എടുക്കാൻ? ചോദിച്ചോ, കുഴപ്പമില്ല, പക്ഷെ ആദ്യം ദൈവത്തിന്റെ അടുത്ത് ചെല്ലണം. കടം വാങ്ങിച്ചാൽ കുഴപ്പമില്ലെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷെ ഒരു കാര്യം ഇതിന്റെ കൂടെ പറയണം, ഈ വിശ്വാസികൾ കടം മേടിച്ചാൽ പിന്നെ അടിയിലത് തീരുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കാരണം ഇപ്പൊ ഞാൻ മനസ്സിലാക്കിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഏത് സമയത്തും പൊട്ടുന്ന ഗ്ലാസ് കുപ്പികൾ പോലെയാണ് നമ്മുടെ വിശ്വാസികൾ. എന്തെങ്കിലും ഒരു വാക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ അയാളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ പറയുക, എല്ലാവർക്കും മറ്റുള്ളവരെ കുറിച്ച് ഭയങ്കര പ്രതീക്ഷയാണ്. അവൻ കർത്തൃമേശ എടുക്കുന്നവനല്ലേ, അവൻ കഴിഞ്ഞ സാക്ഷ്യം പറഞ്ഞ കേട്ടില്ലേ, അവന്റെയൊക്കെ സ്വഭാവം ഇങ്ങനെയാന്ന് നമ്മൾ ഇപ്പോഴല്ലേ അറിയുന്നത്. നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. നാട്ടുകാരെല്ലാം അറിയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ഭയങ്കര പ്രതീക്ഷയാണ്. അവൻ പ്രസംഗം കേട്ടതല്ലേ, അവൻ നമ്മളെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. ഇത് ഈ പെന്തക്കോസ്തുകാരുടെ വലിയൊരു പ്രോബ്ലമാണ്. വിശ്വാസികളുടെ ഒരു നോട്ടം ശരിയായില്ലെങ്കിൽ പിണങ്ങും. പിന്നെ ഒരു വാക്കിലൊരു പ്രശ്നം ഉണ്ടായാൽ, ഒരു സഭയിൽ ചെല്ലുമ്പം പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ തമാശ. കൊടുത്തില്ലേ പിണങ്ങും. എങ്ങനെ പിണങ്ങണമെന്ന് ആലോചിച്ചിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം? എപ്പോഴും പിണങ്ങാതെ ഇങ്ങനെ സൂക്ഷിച്ച് ഒക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞ് എല്ലാ അഭിനേതാക്കളായി മാറി ഇതിനകത്ത്. ഞാനത് പറയാൻ കാരണം, വ്യാജമായ ഒരു ആത്മീയത നമ്മൾ വളർന്നു വരുന്നുണ്ട്. ആത്മാവിന്റെ അല്ലത്. ആത്മാവിന്റെ വിശുദ്ധീകരണം നമ്മുടെ അകത്തുനിന്ന് നമുക്ക് തരുന്ന ഒരു സമാധാനമുണ്ട്. അതൊരുത്തന് നന്മ ചെയ്തിട്ട് അവൻ തിരിച്ചടിച്ചാലും നമുക്ക് ആ സമാധാനത്തിൽ ഒരു സെന്റിമീറ്റർ പോലും കുറയില്ല. കാരണം അത് കർത്താവാ ചെയ്തത്, നോട്ട് മീ. പിന്നെന്തിനാ ഞാൻ വിഷമിക്കുന്നേ? If it came as a gift of God, there will not be any accounts as to what you have done. ഒരു അക്കൗണ്ട് ഉണ്ടാവില്ല. കാരണം ദൈവം ചെയ്ത്, ആത്മാവാ ചെയ്തത്. It was his guidance. I was just a tool. അപ്പൊ ഇത് കൃപാവരമാണോ നമ്മുടെ സ്വന്തം വരമാണോ എന്ന്
പരിശോധിക്കാൻ ഇതെല്ലാം നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. ഓക്കെ, നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ലെറ്റ്സ് റീച്ച് ദ ഫൈനൽ സെന്റൻസ്. ഓക്കെ, ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിക്കും. ഈ പീസ് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും നമ്മൾ സമാധാനം വഞ്ചിക്കുന്നവരാകരുത്. സത്യം തുറന്നു പറയണം, സ്നേഹത്തിൽ പറയണം, വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയരുത്. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, പക്ഷെ തർക്കിക്കാൻ വേണ്ടി ആകരുത്, കോലാഹലം ഉണ്ടാക്കരുത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങളാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രതികാരം ചെയ്യാതെ ദൈവം പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അടുത്ത വാക്യമാണ് ഏറ്റവും രസകരമായ വാക്യം. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. അപ്പൊ എന്തിനാ അവന് ഫുഡ് കൊടുക്കുന്നത്? ശത്രുവിന് എന്തിനാ ഫുഡ് കൊടുക്കുന്നത്? അവന്റെ തലയിൽ തീക്കനൽ കുന്നിക്കാൻ ആണോ? അപ്പൊ എന്നെ അത്ര ഉപദ്രവിച്ചവനായ അവന്റെ തലയിൽ ഞാൻ എന്ത് കുന്നിക്കുന്നു? തീക്കനൽ. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? എടാ, നീ എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ട് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം, ബാക്കി ദൈവം നോക്കിയോളൂ. ഇതാണ് തീക്കനൽ കുന്നിക്കുന്ന പരിപാടി. ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെ നിങ്ങൾ ക്ഷമിക്കും ബ്രദറെ, ദൈവം ചോദിച്ചോളും ബ്രദറെ. വ്യാജ പ്രാണൻ. ഈ തീക്കനൽ കുന്നിക്കാന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം. തീക്കനൽ കുന്നിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷ്യം, നമ്മുടെ ലൈഫ് അവന്റെ ഉള്ളിൽ ഒരു ഭയങ്കരമായ ദുഃഖവും മാനസാന്തരവും അനുതാപവും ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ അവന്റെ തലയിൽ ആരെങ്കിലും തീ കൂരിയിടും എന്നുള്ള അർത്ഥത്തിൽ, ആ അർത്ഥത്തിലല്ല. Our character and behavior will comfort him and win him to Christ. അല്ലാതെ ഞാൻ അടിക്കാതിരുന്ന ദൈവം വലിയ അടി കൊടുത്തോളൂ എന്ന് വിചാരിക്കണ്ട. നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആളല്ല ദൈവം. പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാനൊന്നും ചെയ്യുന്നില്ല ബ്രദറെ, ദൈവം നിങ്ങളെ വെറുതെ വിടുന്ന വിചാരിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുള്ള ഗുണ്ടയെ വിടുന്ന. ആരാ ഗുണ്ട? ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പൊ എനിക്ക് അടിക്കാൻ പറ്റാത്തവനെ അടിക്കുകയും എനിക്ക് ദേഷ്യം വരുന്നവനോടെല്ലാം ദേഷ്യപ്പെടുകയും അവനോടെല്ലാം പ്രതികാരം ചെയ്യുകയും ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോ ദിവസവും പണം കൊടുത്തും ദശാംശം കൊടുത്തും ഒക്കെ എന്റെ സൈഡിൽ നിർത്തിയിരിക്കുന്ന ഒരാളല്ല ദൈവം. ഗോഡ് ഈസ് നോട്ട് സച്ച് എ പേഴ്സൺ. അവന് സകലരോട് സ്നേഹമാണ്. ആ സ്നേഹം കാണിക്കാൻ അവൻ നമ്മളിലേക്ക് അത് പകർന്നേക്കുന്നത്. അവന്റെ തലയിൽ തീക്കനൽ കുന്നിക്കുന്നത് കർത്താവ് അവന് നരകശിക്ഷ കൊടുത്തോണ്ടല്ല. നമ്മുടെ സ്നേഹം കാണുമ്പോൾ അവന്റെ ഹൃദയം ഉരുകി കർത്താവ് ആരാന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെയാണ് അവൻ കത്തുന്നത്, തീ പിടിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, നമ്മൾ പഠിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ കൃപാവരങ്ങളായി, ശുശ്രൂഷകളായി, ജീവിതത്തിലെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമായത് പ്രതിഫലിക്കുന്നില്ലെങ്കിൽ, വിശുദ്ധീകരണത്തിൽ നമ്മൾ വളരുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്താണെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. You need to test whether our faith was genuine or not. വിശ്വാസം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ക്രിസ്തുവിന്റെ ക്യാരക്ടറിലേക്കും അവന്റെ മഹത്വത്തിലേക്കും നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, 12-ാം അധ്യായത്തിലെ മുഴുവൻ വാക്യങ്ങൾ നമ്മൾ എടുത്ത് വായിച്ചിട്ടില്ല. ഇടയ്ക്ക് 1-2 വാക്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ബട്ട് ജനറൽ പിക്ചർ ആണ്, കാരണം ഇത് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. എന്താണ് നമ്മൾ ഇന്ന് പറഞ്ഞത്? വി ഷാൽ ഓഫർ അവർ ബോഡി ആസ് ലിവിങ് സാക്രിഫൈസ്. ഡെത്താണ് ബോഡിയിൽ വാഴുന്നത്. പക്ഷെ അത് എപ്പോ കർത്താവിന് മുമ്പിൽ യാഗമാകുന്നു അതിനകത്ത് ജീവനുണ്ട്. ജീവൻ എന്ന് പറഞ്ഞാൽ നാളെ വെളിപ്പെടാനിരിക്കുന്ന പ്രത്യാശയുടെ ആ കനൽ അതിനകത്തുണ്ട്. കാരണം കഷ്ടങ്ങൾ കൂടുന്നതനുസരിച്ച് അവർ ബോഡി ഗ്ലോറി വിൽ ഇൻക്രീസ് ഇൻ us. ആ കൃപ നമ്മളിൽ തെളിഞ്ഞു വരും. അതിന് എക്സാമ്പിൾ അടുത്ത ദിവസം ഞാൻ പറയാം. എങ്ങനെയാണ് ഈ ശരീരത്തിലെ ഗ്ലോറി നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഹൗ ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ്. ആ നമ്മൾ പ്രാപിക്കാൻ പോകുന്ന ഗ്ലോറിയെ കുറിച്ചല്ല, അതിന്റെ ഒരു മെഷർ നമുക്ക് ഇവിടെ വെച്ച് കിട്ടുന്നുണ്ട്. അതെന്താന്നുള്ള കാര്യം വി വിൽ സീ നെക്സ്റ്റ് ഡേ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അവകാശങ്ങളിലേക്ക് ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളിൽ വാഴുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങൾ കൃപാവരങ്ങളാൽ നിറഞ്ഞവരായി എല്ലാ ആത്മീക സമ്പന്നതയിലും കർത്താവെ അങ്ങ് സ്തുതിക്കുവാൻ, കർത്താവെ അങ്ങയുടെ ആ ധനം മുഴുവൻ ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് തരുവാൻ ഹിതമായതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിർവ്യാജമായി അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ, തകർന്ന ഹൃദയത്തോടെ നിൽക്കുവാൻ, ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ, കണക്കില്ലാതെ നന്മ ചെയ്യുവാൻ, മടുത്തു പോകാതിരിപ്പാൻ, ഉത്സാഹമുള്ളവരായിരിക്കാൻ കർത്താവെ യേശു ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന വിശദീകരണത്തിന്റെ തലങ്ങളിലേക്ക് ഞങ്ങൾ നടത്തണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.